താമസിക്കുന്ന സ്ഥലം സ്വഹാബിമാര് മനസ്സിലാക്കി. അവിടെയാണ് യുദ്ധം നടക്കുന്നത്. യുദ്ധം നടക്കുമ്പോൾ ആ പെണ്ണിന്റെ വീടിന്റെ പരിസരങ്ങളിലുള്ള ഒരു വീടിനും ഒരു ഉപദ്രവം ഉണ്ടാവാൻ പാടില്ല എന്ന് സ്വഹാബിമാർ മനഃപൂർവ്വം ആ വീട്ടുകാർക്ക് ഒരു ഉപദ്രവം വരാതെ നോക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുകയും ഹബീബിന്റെ സ്വഭാവം അറിയുകയും ചെയ്ത ഒരു ഉമ്മയാണിത്. ആ പെണ്ണ് നാട്ടുകാരോട് മുഴുവൻ പറയാൻ തുടങ്ങി, മാ അറാ ഇന്ന ഹൗലാഇൽ ഖൗം യദഊനകും അംദാ, മനഃപൂർവ്വമാണ് നിങ്ങളെ ഇവരാരും ഉപദ്രവിക്കാത്തത്, അല്ലെങ്കിൽ നിങ്ങളോട് തിരിച്ചിങ്ങോട്ട് യുദ്ധം ചെയ്യാത്തത്. അവരോട് യുദ്ധം ചെയ്യുന്ന നമ്മളോട്, എന്റെ വീടിന്റെ പരിസരങ്ങളിലുള്ള നിങ്ങൾ ആരോടും അവരാരും ഒന്നും ചെയ്യാതിരിക്കുന്നത് വെറുതെ അവർ അറിയാത്തത് കൊണ്ടല്ല, മനഃപൂർവ്വമാണ്. ഫഹല്ലക്കും ഫിൽ ഇസ്ലാം, അവർ വിളിക്കുന്ന ഏകദൈവ വിശ്വാസത്തിലേക്ക് പോരാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? അവര് നമ്മളോട് ചോദിക്കുന്നത് അതാണ്, അത് മാത്രമാണ് അവർ വിശ്വസിക്കുന്നത്. അതിന്റെ പേരിലാണ് നമ്മൾ അവരോട് യുദ്ധം ചെയ്യുന്നത്. നമുക്കത് നിർത്തുകയും പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് കണ്ണുകൊണ്ട് കാണപ്പെടാത്ത, ഈ കണ്ണുകൾക്ക് വിഷയീഭവിക്കാത്ത, എന്നാൽ കണ്ണുകളെയും സർവചരാചരങ്ങളെയും പടച്ച ഏകനായ പടച്ചവനാണ് എന്ന് അവരോടൊപ്പം നിന്നുകൊണ്ട് നമുക്കും വിശ്വസിച്ചുകൂടെ എന്ന് ചോദിച്ചപ്പോ അവർ മുഴുവനും അവളെ അംഗീകരിക്കുകയും അവരും ആ പെണ്ണും മുസ്ലിമായി, കൂടെയുള്ള നാട്ടുകാർ മുഴുവനും ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്ന് പരിശുദ്ധമായ ഹദീസിലൂടെ നമ്മൾ പഠിക്കുകയാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബി തങ്ങളുടെ സ്വഭാവ ഗുണങ്ങൾ കണ്ട് പുണ്യ നബി തങ്ങളിൽ നിന്ന് സമ്മാനങ്ങൾ സ്വീകരിച്ചു വന്ന ഒരു ഉമ്മ വെള്ളം കൊടുത്തതിന്റെ പേരിൽ അതിന് ഉപകാരം ചെയ്തത്. വെള്ളം അമൂല്യമാണെന്നും ആ വെള്ളത്തിന് പകരമായി എന്ത് തിരിച്ചു കൊടുത്താലും പകരമാവില്ല. അതുകൊണ്ട് ആ ഉമ്മാക്ക് നിങ്ങൾ എല്ലാവരും പ്രത്യേകിച്ച് പെണ്ണുങ്ങളെ ഹബീബായ നബി തങ്ങൾ വല്ലാതെ ഗൗനിക്കാറുണ്ട്, അവരെ പരിഗണിക്കാറുണ്ട്. ഹബീബിന്റെ പെങ്ങളായ, നേരെ പെങ്ങളല്ല, മുലകുടി ബന്ധമുള്ള സഹോദരിയായിരുന്നു ഷൈമാ റളിയല്ലാഹു അൻഹാ. ഷൈമാ ബീവിയും നബി തങ്ങളും ഹലീമത്തു സഅദിയ ബീവിയുടെ പാല് കുടിച്ചവരാണ് ചെറുപ്പകാലത്ത്. അപ്പൊ അവര് തമ്മിൽ ബ്രദർ സിസ്റ്റർ ബന്ധമാണ്. പിന്നെ ഷൈമാ ബീവി മദീനയിലേക്ക് ഹബീബിനെ കാണാൻ വന്ന രംഗം ഓർമ്മയുണ്ടോ? ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം പുണ്യ നബി തങ്ങൾ മസ്ജിദുൻ നബവിയിൽ ഇരിക്കുമ്പോ ഷൈമാ ബീവി ഒട്ടകപ്പുറത്ത് വന്നു. ഐന റസൂലുള്ളാഹ്, എവിടെയാണ് റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ തിരുദൂതർ എവിടെയാണ്? അവര് പറഞ്ഞു, എന്താണ് ഉമ്മ നിങ്ങൾക്ക് വേണ്ടത്? എനിക്ക് റസൂലിനെ ഒന്ന് കാണണം. തങ്ങൾ പള്ളിയിലാണല്ലോ, ഒന്ന് വിളിക്കാൻ പറയണം, ഹബീബിന്റെ സഹോദരി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മതി. പുണ്യ നബിയോട് സ്വഹാബിമാർ വന്ന് പറഞ്ഞു, നബിയേ, അങ്ങയുടെ സഹോദരി അങ്ങയെ കാണാൻ വന്നിരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായില്ല ആരാണ് ഈ വന്നത്, ആരാണാവോ ഈ സഹോദരി? പക്ഷേ കുടുംബ ബന്ധം പറയുമ്പോ, ചോരബന്ധം പറയുമ്പോ കുടുംബ ബന്ധങ്ങൾക്ക് വലിയ വിലയുണ്ട്. അല്ലാഹു കുടുംബ ബന്ധങ്ങളെ അർശിനോട് ചേർത്ത് വെച്ചുകൊണ്ട് പറയുകയാണ്. അർശിന്റെ തൂണിനോട് കൈപിടിച്ചുകൊണ്ടാണ് കുടുംബ ബന്ധങ്ങൾ ചോദിച്ചത് അത്രേ. അല്ലാഹുവേ, അല്ലാഹുവേ, ഞങ്ങൾക്കൊരു കരാറ് നീ നൽകണം, ഞങ്ങൾക്കൊരു വാക്ക് നീ നൽകണം. മനുഷ്യരൊക്കെ ഭൂമിയിൽ കുടുംബങ്ങളായി ജീവിക്കാൻ പോകുമ്പോ ഉമ്മയും വാപ്പയും വല്ലിപ്പയും വല്യമ്മയും അമ്മായിയും ഇളാമയും മൂത്തമ്മയും അമ്മാവനും ഇവരൊക്കെയായി ജീവിക്കുമ്പോൾ ആ കുടുംബ ബന്ധങ്ങളെ നിസ്സാര കാരണങ്ങളുടെ പേര് പറഞ്ഞ്, പൈസയുടെ പേര് പറഞ്ഞ്, അനന്തരാവകാശ സ്വത്തിന്റെ പേര് പറഞ്ഞ്, പൈസ കിട്ടിയില്ല എന്ന പേര് പറഞ്ഞ് മുറിച്ചു മാറ്റുന്ന ആളുകൾ വരുമ്പോ എന്താണ് റബ്ബേ നിനക്ക് അവരോട് പറയാനുള്ളത്? ഞാൻ എന്ന കുടുംബ ബന്ധത്തെ അവർ മുറിച്ചു മാറ്റുമ്പോൾ അതെനിക്ക് സഹിക്കാൻ കഴിയില്ല റബ്ബേ, എനിക്കൊരു ഗ്യാരണ്ടി വേണം. അതുകൊണ്ട് അല്ലാഹു തആല റഹീമിനോട് കുടുംബ ബന്ധത്തോട് പറഞ്ഞു അത്രേ. സ്വഹീഹായ ഹദീസാണ്, അമാ തർദീൻ അൻ അസ്ല മൻ വസലകി വഅഖ്തഅ മൻ ഖതഅകി. കുടുംബ ബന്ധമേ, നിന്നെ ആരൊക്കെയാണോ ചേർത്ത് പിടിക്കുന്നത്, നിന്നെ ആരൊക്കെയാണോ ചേർത്ത് പിടിക്കുന്നത് അവരോട് ഞാൻ എന്റെ സ്നേഹം നൽകുകയും നിന്നെ ആരൊക്കെയാണോ മുറിച്ചു മാറ്റുന്നത് അവരോട് ഞാൻ എന്റെ ബന്ധം മുറിച്ചു മാറ്റുന്നതും നിനക്ക് പോരെയോ? ബലായ റബ്ബ്, മതി റബ്ബേ മതി എന്ന് കുടുംബ ബന്ധം അല്ലാഹുവിനോട് വിളിച്ചു പറഞ്ഞുവെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുടുംബ ബന്ധത്തിന് വലിയ പ്രാധാന്യമുണ്ട്.
ഷൈമാ ബീവി വന്നിരിക്കുന്നു. മസ്ജിദ് നബവിയിൽ നിന്ന് ഹബീബായ തങ്ങൾ പുറത്തിറങ്ങുമ്പോൾ കാണുന്നത് ഷൈമാ റളിയല്ലാഹു അൻഹയാണ്. ആരാണ് വന്നത്, എന്റെ പെങ്ങളോ എന്ന് നബി ഞങ്ങൾ ചോദിക്കുന്നു. ഷൈമാ റളിയല്ലാഹു അൻഹ ഒട്ടകപ്പുറത്ത് താഴെ ഇറങ്ങുന്നു. ഹബീബായ നബി ഞങ്ങൾ കൈപിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. ഒരുപാട് തിരക്കിനിടയിലാണപ്പോ വീട്ടിൽ കൊണ്ടുപോയി ഉണ്ണിനബി ഞങ്ങൾ ഇരിക്കാറുള്ള ഒരു ചെറിയ തിണ്ണയുണ്ട്. അവിടെ വിരിപ്പ് വിരിച്ചു കൊടുത്തിട്ട് ഷൈമാ ബീവിയോട് പറഞ്ഞു, ബീവി നിങ്ങൾ ഇവിടെ ഇരിക്കും. പെങ്ങളെ കണ്ട സന്തോഷമായിരുന്നു അത്. ബീവി റളിയല്ലാഹു അൻഹ നബി ഒരുപാട് നേരം കുട്ടിക്കാലത്തെ കഥകൾ ഇങ്ങനെ പറഞ്ഞിരുന്നു. അവസാനം ബീവി പറഞ്ഞു, നബിയെ ഞാൻ മക്കത്തേക്ക് തിരിച്ചു പോവട്ടെ. തങ്ങൾ പറഞ്ഞു, ഷൈമാ ഞങ്ങളുടെ കൂടെ മദീനയിൽ നിൽക്കണോ? എന്റെ വീട്ടിൽ ഭക്ഷണമുണ്ടെങ്കിൽ നിങ്ങളും ഭക്ഷിക്കും, ഞാൻ പട്ടിണിയാണെങ്കിൽ മാത്രമേ നിങ്ങൾ പട്ടിണി കിടക്കൂ. അതുകൊണ്ട് ഷൈമാ എന്റെ കൂടെ നിൽക്കുന്നോ എന്ന് ചോദിച്ചു. ഷൈമാ ബീവി പറഞ്ഞു, നബിയേ ഞാൻ മക്കയിലേക്ക് തിരിച്ചു പോകട്ടെ, എന്റെ മക്കളും കുടുംബവും അവിടെയുണ്ട്, ഞാൻ അങ്ങോട്ട് പോവുകയാണ്. പെങ്ങള് പോവുകയാണ് എന്ന് കേട്ടപ്പോ ഹബീബാ നബി ഞങ്ങൾ സ്വഹാബിമാരോട് തങ്ങളുടെ വീട്ടിൽ ഒന്നുമില്ല കൊടുക്കാൻ. സ്വഹാബിമാരെ, എന്റെ പെങ്ങള് പോവുകയാണ് മക്കയിലേക്ക്, അവർക്ക് കൊണ്ടുപോകാൻ ചില സമ്മാനങ്ങൾ, വസ്ത്രങ്ങളും ഭക്ഷണവും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് കൊണ്ടുകൊടുക്കണേ, എല്ലാവരും കൊണ്ടുവരും. അവരെ വെറും കൈയോടെ പറഞ്ഞേക്കരുത്, എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം, കുറച്ച് ലഗേജ് വേണം. അതൊരു സ്നേഹമാണ്, സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ അതൊരു സ്നേഹബന്ധമാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ മാതൃകയാണത്. ഷൈമാ റളിയല്ലാഹു അൻഹയ്ക്ക് ചാക്കുകളാണ് നബി തങ്ങൾ ഈത്തപ്പഴമായിട്ടും ഗോതമ്പായിട്ടും കൊടുത്തത്. മക്കയിൽ നിന്ന് മദീനയിൽ നിന്ന് മക്കയിലേക്ക് പോകുമ്പോ ഒട്ടകപ്പുറത്ത് ലോഡ് വെച്ചുകൊണ്ടാണ് ഷൈമാ ബീവി പോയത്. പുണ്യ നബി കാണിച്ച സന്തോഷമായിരുന്നു അത്. അങ്ങനത്തെ ഒരു അനുഭവമാണ് ഹബീബായ നബി തങ്ങൾക്കും സ്വഹാബിമാർക്കും വെള്ളം കുടിക്കാൻ കൊടുത്ത ഈ ഒരു പേര് പോലും ചരിത്രമറിയാത്ത മരുഭൂമിയുടെ നടുവിൽ എങ്ങോ വെച്ച് കണ്ടുമുട്ടിയ ഒരു യതീമുകളുടെ ഉമ്മയായ ഒരു പെണ്ണിന് ഹബീബായ നബി തങ്ങൾ അത് നൽകുമ്പോൾ അവർ മുസ്ലിമത്തല്ല. ആലോചിക്കണം, അവര് ബഹുദൈവ ആരാധന ചെയ്യുന്ന പെണ്ണാണ്. അവരോട് നിങ്ങൾ വിശ്വസിക്കണം, മുസ്ലിം ആവണം, എന്നാൽ തരാം. ഇതൊന്നുമല്ല നബി തങ്ങൾ പറഞ്ഞത്. ആ പെണ്ണ് ചെയ്ത ഉപകാരത്തിന് ദുന്യാവിൽ തന്നെ തിരിച്ചുപകാരം ചെയ്തു കൊടുക്കണം. അതിൽ ജാതിയും മതവും പ്രശ്നമല്ല. മനുഷ്യർ മനുഷ്യരോട് കാണിക്കേണ്ട പ്രതിബദ്ധതയും കടപ്പാടുമാണത്. ആ പെണ്ണ് ചെയ്തതും എത്ര വലിയ നന്മയാണ്. പുണ്യ നിബിതങ്ങളാണ്, മതം മാറിയ ആളാണ് എന്ന് അവൾ ചോദിച്ചപ്പോഴും ഹബീബായ നിബിതങ്ങൾക്ക് ഞാൻ കൊടുക്കില്ല എന്ന് പോലും അവർ പറഞ്ഞില്ല. അവരുടെ വെള്ളം ഉപയോഗിക്കുമ്പോഴും അത്ഭുതത്തോടെ നോക്കി നിന്നിരുന്ന പെണ്ണ് ഹബീബായ നിബിതങ്ങളുടെ അനുഭവങ്ങളെ കുറിച്ച് നാട്ടുകാരോട് പറഞ്ഞു, ജനങ്ങളെ, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടത് നിങ്ങളെങ്ങാനും കണ്ടിരുന്നുവെങ്കിൽ എന്റെ വെള്ളം മുഴുവനായും ഏകദേശം തീരാറാകുന്നവരെ ആ വെള്ളം അവിടെ നിന്ന് ഉപയോഗിച്ചപ്പോൾ ഞാൻ എന്റെ നെഞ്ചു പിടക്കുകയായിരുന്നു. ആരോ എന്ന് എന്റെ മനസ്സിൽ തോന്നുന്ന ഒരു കൂട്ടം ആളുകൾ എന്റെ വെള്ളം ഉപയോഗിക്കുന്നു. ഞാനത് കൊണ്ടുവന്നത് 24 മണിക്കൂർ യാത്ര ചെയ്ത് കൊണ്ടുവന്ന വെള്ളം. എന്നിട്ട് ആ വെള്ളം വീണ്ടും നിറഞ്ഞു വന്നു. ആരും നിറച്ചതല്ല, അതിലേക്ക് താനേ നിറഞ്ഞു. ഒന്നുകിൽ ഈ മഹാമലകളുടെ ഇടയിൽ താമസിക്കുന്ന നാടിൽ അവരെ പോലെ ഒരു മാജിക് ചെയ്യുന്ന ആളെ ഞാൻ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ അദ്ദേഹം ഒരു നബിയാണ്, അല്ലാഹുവിന്റെ ദൂതരാണ്. ഈ രണ്ടാലൊരു ചാൻസാ ഉള്ളത്. ഒന്നുകിൽ ഒരു മജീഷ്യനാണ്, അല്ലെങ്കിൽ മൈറ്റി മെസഞ്ചർ ഓഫ് ഗാഡ്, അല്ലാഹുവിന്റെ മഹാനായ ഒരു പ്രവാചകനാണ്. ആ പ്രവാചകത്വം എനിക്ക് തോന്നുന്നു ഒരു മാജിക്കിന്റെ സ്വഭാവമല്ല. ആ പ്രവാചകന്റെ സ്വഭാവങ്ങളിൽ കാണുന്നത് അനുയായികൾ അവരോട് കാണിക്കുന്ന സ്നേഹം ഞാൻ കണ്ടു. അനുയായികൾ അവരോട് കാണിക്കുന്ന ബഹുമാനം ഞാൻ കണ്ടു. ഒരു മജീഷ്യനെയും ഒരാളും ഇങ്ങനെ ബഹുമാനിക്കില്ല. പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അല്ലാഹു മനുഷ്യർക്ക് നന്മ കാണിച്ചു കൊടുക്കാൻ ലോകത്തേക്ക് പറഞ്ഞു വിട്ട ഒരു അധ്യാപകനെയാണ് ഞാൻ അവരിൽ കണ്ടത്. സ്നേഹം മാത്രം കൊടുക്കാൻ കഴിയുന്ന സ്നേഹമസൃണമായ പെരുമാറ്റത്തിന്റെ ഉടമയായ ഒരു നേതാവിനെയാണ് ഞാൻ കണ്ടത്. അതുകൊണ്ട് നാട്ടുകാരെ, നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കുന്നോ? ഞാനതിന് ഒരുക്കമാണ് എന്ന് പറഞ്ഞ് ആ ഒരു പെണ്ണിന്റെ ബറക്കത്ത് കൊണ്ട് ഒരു സംഘം ആളുകൾക്ക് അല്ലാഹു ഹിദായത്ത് കൊടുത്തു എന്ന ചരിത്രം ഇമാം ബുഖാരി തങ്ങൾ സ്വഹീഹിൽ ഉദ്ധരിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈമാൻ മരണത്തിന്റെ അവസാന ശ്വാസം വരെ അല്ലാഹു നമുക്ക് നിലനിർത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. 1 മണിക്കൂർ സമയമായി. ഇനി ഒരു സ്റ്റോപ്പും കൂടെ ഉള്ളൂ. ആ സ്റ്റോപ്പിൽ നമ്മൾ നിർത്തുവേ ഇൻഷാ അല്ലാഹ്. 1 മണിക്കൂറൊക്കെ ആകുമ്പോൾ എഴുന്നേറ്റ് ഇന്ന് കയ്യും കാലൊക്കെ ഒന്ന് കുടഞ്ഞ് ഒന്ന് ഫ്രഷ് ആവണ്ടേ? നമ്മുടെ സുഹൃത്ത്, നമ്മുടെ
അൽഹുദ മുസ്ലിം യൂത്ത് ഫെഡറേഷന്റെ സഹോദരങ്ങള്, AMYFന്റെ പ്രവർത്തകരെ, നിങ്ങളിൽ നിന്ന് ചെറിയൊരു സഹായം, ഒരു ബക്കറ്റുമായിട്ട് വരുമ്പോൾ നിങ്ങൾ കൊടുക്കുന്ന ചെറിയ ദാനങ്ങൾ, എന്തെങ്കിലുമൊക്കെ സ്വതക്കകൾ നിങ്ങൾക്ക് ഈ പരിപാടി ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കിയതിന് ഒരു നന്ദി ചെയ്യണ്ടയോ അല്ലെ? അപ്പൊ നമ്മളെ കൊണ്ട് പറ്റുന്ന കൊടുക്കുക. അതിന് ഒരുപാട് ചെലവുണ്ട്, പറഞ്ഞതിന്റെ ആവശ്യമില്ല. സിയാദിക്കൊക്കെ വലിയൊരു ബാധ്യത ഇതിന്റെ ഏറ്റെടുത്തിരിക്കുകയാണ്. അനുബന്ധ ചെലവുകളും നമ്മുടെ ഈ ലൈറ്റും സൗണ്ടും സ്റ്റേജും സംവിധാനങ്ങളും ഒക്കെ, അതിനൊക്കെ നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് അള്ളാഹുവിന് വേണ്ടി നിയ്യത്ത് ചെയ്ത് കൊടുക്കുക. അതിവിടെ കിട്ടൂലേ, നാളെ അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങണം. അപ്പോ പടച്ചതമ്പുരാൻ അതിന്റെ ബറക്കത്ത് ദുനിയാവിൽ തരും, തീർച്ചയായും അതിന്റെ പ്രതിഫലം അള്ളാഹു നാളെ ഏറ്റി തരും. അള്ളാഹു സ്വീകരിക്കട്ടെ. എല്ലാവരും എഴുന്നേറ്റൊരു 3 സ്വലാത്ത് ചൊല്ലിയിട്ടിരിക്കുകയാണ്. എഴുന്നേൽപ്പിക്കുന്ന 2 ഉദ്ദേശമാണ്: പോകേണ്ടവർക്ക് പോകാനും പേഴ്സൊക്കെ എടുക്കേണ്ടവർക്ക് എടുക്കാനും ഒന്ന് ഫ്രഷ് ആവാനുള്ള സമയമാണ്. അൽഹംദുലില്ലാഹ്. അപ്പോൾ ആർക്കെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ 3 സ്വലാത്ത് തീരുന്നതിന് മുമ്പ് പോയാൽ ആരും അറിയില്ല. അല്ലെങ്കിൽ പിന്നെ എല്ലാവരും ഇങ്ങനെ നോക്കും. അപ്പോൾ അള്ളാഹു നമ്മുടെ ഈ സംഗമം സ്വീകരിക്കട്ടെ. ആമീൻ. കാലൊക്കെ തരിച്ചിട്ടുണ്ടാവും അല്ലേ? കുറെ നേരം ഇരുന്നിട്ട് ഒരു ചെറിയൊരു പരിപാടി എന്ന് വെച്ചാൽ ചെയർ ഇങ്ങോട്ട് മാറി കൊടുക്കുക. നിങ്ങളിരുന്ന ചെയറിൽ ഇപ്പുറത്തെ ആൾ ഇരുത്തുക, അയാൾ നിങ്ങളുടെ ചെയറിൽ ഇരിക്കുക. അങ്ങനെ സ്വാപ്പ് ചെയ്താൽ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നു. അവസാനം കൊടുത്താൽ ചെയർ ഇട്ടുണ്ടായി പോകരുതേ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറി ഒന്ന് കൊടുത്താൽ, ഒന്ന് ചേഞ്ച് ചെയ്യാം, ചെയറൊക്കെ ഒന്ന് മാറി ഒന്ന് മൂവ് ചെയ്താൽ ഭയങ്കര ഉന്മേഷമായിരിക്കും. പിന്നെ അടുത്തൊരു മണിക്കൂർ പോകുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല. എത്ര പെട്ടെന്ന് തീർന്നു എന്ന് ചോദിക്കുന്നു. صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. هذا صلاة المسلمين 3 പ്രാവശ്യം ചൊല്ലണേ. ചൊല്ലിക്കോളൂ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ونقول اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ബക്കറ്റ് വരുമ്പോൾ എന്തെങ്കിലും കൊടുക്കണേ. നല്ല തന്നെ ആട്ടാ, മോശപ്പെട്ടതും ചെറിയതും കൊടുക്കല്ലേ. നമ്മൾ നമുക്ക് വേണ്ടി ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റാന്ന് വിചാരിച്ചു കൊടുത്തോളെ. അവനവന്റെ സ്വന്തം അക്കൗണ്ടിലേക്ക് അത്യാവശ്യം കുറച്ച് കൂടുതലല്ലേ ഇടാൻ നോക്കുള്ളൂ അല്ലേ? സ്വന്തം ഓൺ അക്കൗണ്ടിലേക്കുള്ള ട്രാൻസ്ഫർ ആണ് ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് സ്വീകരിക്കട്ടെ, കുറച്ചും കബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രവർത്തകർ പറഞ്ഞിരുന്നു ഇതിന്റെ പേരിൽ ഒരു പിരിവോ കാര്യങ്ങളോ ഒന്നും ലക്ഷ്യമില്ല എന്ന് വേദ പറഞ്ഞാൽ മതി. അൽഹംദുലില്ലാഹ്. അപ്പൊ എനിക്കും തന്നെ വലിയ സമാധാനമായി. മറ്റേത് ടെൻഷനായിരിക്കും, പഠിച്ചവനെ വേദമൊക്കെ പറഞ്ഞു പോകുന്ന അവർക്ക് അതൊരു ബാധ്യതയായി മാറുമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ അൽഹംദുലില്ലാഹ് അല്ലാഹു വിജയിപ്പിക്കട്ടെ. നിങ്ങൾ കൊടുത്തങ്ങ് കിട്ടും, അത്രേ ഉള്ളൂ. കൊടുത്തില്ലെങ്കിലും പരിപാടി ഇപ്പം സിയാദക്കൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ നടന്നു പോകും. ഓക്കെ, അവർക്ക് മാത്രം കിട്ടിയാൽ പോരെ, നിങ്ങൾക്കും കൂലി കിട്ടണ്ടേ, ഓരോരുത്തർക്കും കിട്ടണ്ടേ. അപ്പൊ നമ്മൾ ചെയ്യാം. അൽഹംദുലില്ലാഹ് അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഖൈബറിലേക്കോ ഹുദൈബിയയിലേക്കോ നടന്നു പോയിരുന്ന ഒരു യാത്രയായിരുന്നു അത്, ഹബീബായ നബി തങ്ങളുടെ യാത്ര. ആ യാത്രയിലാണ് അവർക്ക് സുബ്ഹി നിസ്കാരം നഷ്ടമായതും. സൂര്യൻ ഉദിച്ചതിന് ശേഷം ഉണർന്ന ഉടനെ അല്ലാഹുവിന്റെ ഹബീബ് നിസ്കരിക്കുകയും ചെയ്യുന്നു. ആ സ്ഥലത്ത് നിന്ന് മാറിപ്പോകാൻ വേണ്ടി പറയുന്നു. ഫഇന്നഹു വാദി ശൈത്വാൻ, അത് പിശാചിന്റെ താഴ്വരയാണ് എന്ന് അവിടെ നിന്ന് പറയുകയും അവിടെ നിന്ന് മാറി നിൽക്കുകയും ചെയ്തു എന്ന് ഹദീസിന്റെ ചില റിവായത്തുകളിലുണ്ട്. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനോട് തങ്ങൾ ചോദിച്ചിരുന്നു, ബിലാലെ, നിങ്ങൾ ധൈര്യം പറഞ്ഞതുകൊണ്ടല്ലയോ നമ്മൾ അവിടെ ഇറങ്ങാൻ അവിടെ ഒരുങ്ങിയത്? യാത്ര തുടരാമെന്നായിരുന്നു തീരുമാനം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുമായിരുന്നു, അഖാഫു അൻ തനാമു അനിസ് സ്വലാഹ് ഫയഖ്റുജു വഖ്തു സ്വലാത്തുൽ ഫജ്ർ വലം നസ്തൈഖ്. സുബഹിക്ക് എഴുന്നേൽക്കാൻ കഴിയാതെ സുബഹി നിസ്കാരത്തിന്റെ സമയം കഴിഞ്ഞു കിടക്കും വരെ നമ്മൾ അങ്ങ് ഉറങ്ങിപ്പോകുമോ എന്ന് ഞാൻ പേടിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ രാത്രി ഇറങ്ങില്ല. ലൗ അർറസ്ത ബിനാ യാ റസൂലല്ലാഹ്, നബിയെ, രാത്രി നമ്മൾ ഇറങ്ങിയാലോ, ഒന്ന് വിശ്രമിച്ചൂടെ എന്ന് ചോദിക്കുമ്പോഴും നബി തങ്ങൾ വേണ്ട വേണ്ട എന്ന് പറയുകയാണ്. അപ്പോഴാണ് ബിലാൽ എന്നവർ, നബിയെ, ഞാനത് ചെയ്തു കൊള്ളാം. തങ്ങൾ ചോദിച്ചു, ബിലാലെ, എന്താണ് സംഭവിച്ചത്? പുന്നാര നബിയെ, ഞാൻ ഉദ്ദേശിച്ചത് എഴുന്നേൽക്കുമെന്ന തീരുമാനത്തിൽ തന്നെയായിരുന്നു, ആത്മവിശ്വാസത്തിലായിരുന്നു. പക്ഷേ
ഗലബത്നി ഐനായ്, എന്റെ കണ്ണുകൾ എന്നെ അതിജയിച്ചു നബിയെ, ഞാൻ അറിയാതെ ഉറങ്ങിപ്പോയി, അതുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയൊരു പാഠം ഉമ്മത്തിനെ പഠിപ്പിക്കുകയാണ്. എത്ര തളർന്ന് ക്ഷീണിച്ചു വരികയാണെങ്കിൽ പോലും സുബ്ഹി എന്ന് പറയുന്നത് അല്ലാഹു ഒരു മനുഷ്യനെ ഏറ്റെടുക്കുന്ന നിസ്കാരമാണ്, ഒരു ദിവസത്തിന്റെ ഏറ്റവും ആദ്യത്തേത്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറ ഹാദൽ യൗം ഫത്ഹഹു വനസ്റഹു വനൂറഹു വബറകതഹു വഹുദാ. സുബ്ഹി നേരത്തെ പ്രാർത്ഥനയാണ്, അല്ലാഹുവേ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറ ഹാദൽ യൗം, അല്ലാഹുവേ ഈ ദിവസത്തിന്റെ എല്ലാ നന്മയും ഞാൻ നിന്നോട് ചോദിക്കുന്നു റബ്ബേ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറ ഹാദൽ യൗം ഫത്ഹഹു വനസ്റഹു വനൂറഹു വബറകതഹു വഹുദാ. ഏതെല്ലാം ഫത്ഹുണ്ടോ, ഏതെല്ലാം ഓപ്പണിംഗ്, ഏതെല്ലാം തുറന്നു തരല്, അത് ബിസിനസ്സിലാവാം, രോഗശമനത്തിനാവാം, പ്രയാസങ്ങൾ നീങ്ങിപ്പോകുന്നതാവാം, എല്ലാ ഫത്ഹും ഞങ്ങൾക്ക് നൽകണം റബ്ബേ. ഫത്ഹഹു വനൂറഹു, ഈ ദിവസത്തിന്റെ പ്രകാശം മുഴുവനും നൽകണേ. വബറകതഹു, ഈ ദിവസത്തിന്റെ ബറക്കത്ത് ഞങ്ങൾക്ക് നൽകണേ. വഹുദാ, ഇന്നത്തെ ദിവസം ഒരു നല്ലത് പഠിക്കാൻ അവസരം വേണം. ഈ ദിവസം ഞങ്ങൾക്ക് ഹിദായത്ത് വർദ്ധിക്കണമെന്ന് ഓരോ ദിവസവും പ്രഭാത സമയം അല്ലാഹുവിന്റെ ഹബീബ് ദുആ ഇറക്കാറുണ്ട്. നമ്മളോട് ദുആ ഇറക്കാൻ പറഞ്ഞിട്ടുമുണ്ട്. ഇതൊക്കെ സുബഹി കഴിഞ്ഞാൽ ദുആ ഇറക്കേണ്ട ദുആയാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറ ഹാദൽ യൗം ഫത്ഹഹു വനസ്റഹു വനൂറഹു വബറകതഹു വഹുദാ വഅഊദു ബിക മിൻ ശർരി ഹാദൽ യൗം വശർരി മാ ബഅദഹ. ഈ ദിവസത്തിൽ എന്തെല്ലാം ദുരന്തങ്ങൾ ഉണ്ടാകാമോ, എന്തെല്ലാം ഷർറുകൾ ഉണ്ടാകാമോ, അല്ലാഹുവേ കാത്തുകൊള്ളണമേ എന്ന് ആ പ്രഭാതത്തിലാണ് നമ്മൾ ദുആ ചെയ്യുന്നത്. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. ഉണരുമ്പോൾ പറയുന്ന പ്രാർത്ഥന പോലും എത്ര മനോഹരമാണ്. അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും, ഞങ്ങളെ മരിപ്പിച്ചതിന് ശേഷം ഞങ്ങൾക്ക് ജീവൻ തന്നുവല്ലേ റബ്ബേ നീ. ഓരോ ദിവസവും മരിച്ച് നമ്മൾ ജനിക്കുകയാണ്. ഉറക്കങ്ങനെയല്ലേ, ഡീപ് സ്ലീപ്പ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ പരിസരത്ത് നടക്കുന്നത് പോലും അറിയില്ല, ഫയർ അലാം ഒന്നും കേൾക്കുക പോലുമില്ല. ഡീപ് സ്ലീപ്പിലൊക്കെ പോയാൽ തോളിലിട്ട് കൊണ്ടുപോയവരറിയാത്ത ആൾക്കാരില്ലേ ഉറക്കത്തില്. അങ്ങനത്തെ ഉറക്കിലേക്ക് അങ്ങ് പോയി കഴിഞ്ഞാൽ മരണമാണ്, അറിയില്ല, മരിച്ച പോലെ കിടക്കുകയാണ്. അല്ലാഹുവേ ഞങ്ങൾക്ക് മരണം തന്നതിന് ശേഷം നീയല്ലയോ ഞങ്ങൾക്ക് ജീവൻ തന്നത്. വഇലൈഹിൻ നുശൂർ, എന്നാൽ ഒരു ദിവസം ഉണരാത്ത ഒരു ഉറക്കം ഞങ്ങൾ ഉറങ്ങുകയും നിന്നിലേക്ക് ഞങ്ങൾ തിരിച്ചു വരികയും ചെയ്യുന്നവരാണ്. ആ ഒരു പ്ലഡ്ജ് നമ്മൾ അല്ലാഹുവിനോട് ചെയ്യാണ്. ഉണരുമ്പോ എന്നുണരുന്നു ഗ്യാരണ്ടി ഒന്നുമില്ല. അല്ലാഹുവേ ഒരു ദിവസം ഞങ്ങളൊരു ഉറക്കുറങ്ങും, ആ ഉറക്കിൽ ഞങ്ങൾ നിന്നിലേക്കുള്ള യാത്രയിലായിരിക്കും. അല്ലാഹു നമുക്ക് കലിമ ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം തരട്ടെ. അവിടെയാണ് റൂഹ് അല്ലാഹു കൊണ്ടുപോകുന്നത്. റൂഹ് ദേഹം നിന്ന് പോയാൽ പിന്നെ മയ്യത്തിനെ കാണാൻ പെരക്കാർക്ക് വരെ പേടിയായിരിക്കും. മയ്യത്ത് ആ റൂമിലാണ്, എനിക്ക് പേടിയാണ്. വാപ്പയാണ് കിടക്കണത്. ഇന്നലെ വരെ വാപ്പാന്റെ കൈ പിടിച്ചിരുന്ന വാപ്പയാണ്. വാപ്പാന്റെ തടി അങ്ങനെ തന്നെ ഉണ്ട്. തൂക്കി നോക്കിയാൽ കിലോക്ക് പോലും ഒരു മില്ലി പോലും കുറഞ്ഞിട്ടില്ല. വാപ്പ അങ്ങനെ തന്നെ ഉണ്ട്. എന്താ അവിടെ ഇല്ലാത്തത്? റൂഹ് മാത്രം ഇല്ല, ബാക്കിയൊക്കെ അവിടെ ഉണ്ട്. കണ്ണും കയ്യും കാതൊക്കെ ഉണ്ട്, വർക്ക് ചെയ്യൂല. എന്തേ? റൂഹ് പോയിട്ടുണ്ട്. മയ്യത്തിനെ കാണുമ്പോ പേടി, മയ്യത്തിനെ കണ്ട ബോധം കെട്ടിട്ട് വീണവരൊക്കെ ഉണ്ട്. എന്താ പോലും ഒന്നുമില്ല. നമ്മളൊക്കെ തന്നെ നമ്മുടെ റൂഹ് അങ്ങ് പോയാൽ പിന്നെ നമ്മുടെ തടി എന്താ? അത്രയേ ഉള്ളൂ, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അതിൽ. പക്ഷേ അങ്ങനെ ഒരു ജീവൻ അല്ലാഹു പിടിച്ചു വെക്കുകയും റൂഹ് തിരിച്ചു തരാതിരിക്കുകയും ചെയ്തു. ഇലൈഹിൻ നുശൂർ, യൗവനവും ബാല്യവും ആരോഗ്യവും എല്ലാം നഷ്ടപ്പെട്ട് എല്ലാം തീർന്നുപോയി. മരണത്തിന് വേണ്ടി കീഴടങ്ങുന്ന ഒരു ദിവസം അല്ലാഹുവേ ഞങ്ങൾക്കുണ്ട് എന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട് എന്ന് ഉറക്കത്തിന് എഴുന്നേൽക്കുമ്പോൾ നമുക്ക് പറയണം. അത് കഴിഞ്ഞ് സുബഹിന്റെ മുമ്പ് 2 റക്അത്ത് സുന്നത്തുണ്ട്. റക്അത്തൽ ഫജ്രി ഖൈറും മിനദ് ദുനിയാ വമാ ഫീഹാ. ഈ ലോകത്തുള്ള എല്ലാ സമ്പത്തിനേക്കാളും വലുത്, ഈ ലോകത്തുള്ള എല്ലാറ്റിനേക്കാളും അല്ലാഹുവിന്റെ മുമ്പിൽ ശ്രേഷ്ഠമായ 2 റക്അത്തുണ്ട്. ആ 2 റക്അത്താണ് ലോകത്തെ സർവ്വ പൈസയും നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നതിനേക്കാളും ഖൈർ. വാഹനം, വീട്, സമ്പാദ്യം, പൈസ, കാശ്, ഇതിനു വേണ്ടി മനുഷ്യന്മാരോടാണ്. ഇതൊക്കെ കിട്ടുന്നതിനേക്കാളും ഖൈറായ 2 റക്അത്ത് സുന്നത്തുണ്ട്. നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ദുനിയാവിലെ സർവ്വ ബാങ്കിലെ പൈസ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നതിനേക്കാളും ഖൈർ
ഈ 2 റക്അത്ത് സുന്നത്താണ്. ഏതാണെന്നറിയോ? സുബ്ഹിന്റെ മുമ്പുള്ള 2 റക്അത്ത്, ബാങ്ക് കൊടുത്തതിന് ശേഷം സുബ്ഹിക്ക് മുമ്പുള്ള 2 റക്അത്ത്. ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ, ഈ ലോകത്തുള്ള സർവ്വതിനേക്കാളും ഖൈർ അതാണ്. കുട്ടികൾ പറയും എന്നാലും മറ്റേ പുതിയ ആപ്പിൾ കിട്ടിയ എനിക്ക് അതായിരിക്കും വലിയ ഇഷ്ടം. ചെറുപ്പക്കാരൻ പറയും എനിക്ക് ഡിഫൻഡർ കിട്ടിയാൽ മതിയായിരുന്നു, എനിക്ക് അതായിരുന്നു വേണ്ടിയിരുന്നത്. അതിനേക്കാളൊക്കെ വലുതാണ്. നിങ്ങൾ ചിന്തിക്കുന്ന സർവ്വ ലക്ഷറിയേക്കാളും വലുതാണ്. നിങ്ങൾ ആലോചിക്കുന്ന സർവ്വ സൗകര്യങ്ങളെക്കാളും അല്ലാഹുവിന്റെ അടുത്ത് ഖൈർ ഈ 2 റക്അത്ത് സുന്നത്താണ്. അത് കൂരയിൽ കഴിയുന്ന ആൾക്കും വീടിന് തലചായ്ക്കാൻ ഇടമില്ലാതെ അങ്ങാടി തിണ്ണയിൽ കഴിയുന്ന ഒരു മുസ്ലിമായ മനുഷ്യനും അള്ളാഹു നിഷേധിക്കാത്തൊരു ഖൈറാണത്. തൗഫീഖ് ഉണ്ടെങ്കിൽ കിട്ടും. സുബ്ഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത്, അത് കഴിഞ്ഞിട്ട് ആ ഫർള് നിസ്കരിക്കുക. അപ്പോ സുന്നത്തിന് ഇത്ര ശ്രേഷ്ഠത ഉണ്ടെങ്കിൽ ആ ഫർളിന്റെ ശ്രേഷ്ഠത എത്രയായിരിക്കും? വീട്ടിലേക്ക് വരുന്ന വാതിൽ ഇങ്ങനെയാണ്, ഗേറ്റ് ഇങ്ങനെയാണ്. അപ്പൊ വീടെന്തായിരിക്കും അവസ്ഥ? സുബ്ഹിന്റെ സുന്നത്തിന്റെ പ്രതിഫലമാണ് നബി തങ്ങൾ പറഞ്ഞത്. ഖൈറും മിനദ് ദുനിയ വമാ ഫിഹാ, better than this world and what it contains. അത്ര കൂലി 2 റക്അത്തിനുണ്ടെങ്കിൽ സുബ്ഹിന്റെ കൂലി എത്രയാണ്? അതുകൊണ്ടാണ് തങ്ങൾ പറഞ്ഞത്, ഞാൻ ഭയപ്പെടുന്നു ബിലാലേ, നമുക്ക് സുബ്ഹി നിസ്കാരം നഷ്ടപ്പെടുമോ? അഖാഫു അൻ തനാമു അനിസ് സ്വലാ, നിസ്കാരം അറിയാതെ നിങ്ങൾ ഉറങ്ങുമോ എന്ന് ഞാൻ പേടിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വിശ്രമിക്കാൻ സമ്മതിക്കാതെ പോകുന്നത് എന്ന് പറഞ്ഞപ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു ആണ് അത് ഏറ്റെടുത്തത്. നബിയേ, ഞാനത് ചെയ്യാം. പക്ഷെ അവർ ഉറങ്ങിപ്പോയി. ഇതിലൊരു പാഠമുണ്ട്. അവനവന് കോൺഫിഡൻസ് ഇല്ലാത്ത വിഷയം ഏറ്റെടുക്കരുത്. ആത്മധൈര്യം ആത്മവിശ്വാസമൊക്കെ നല്ലതാ, പക്ഷെ കണക്കിലേറെ കാര്യമില്ല. അവനവന്റെ കപ്പാസിറ്റി അവനും അറിയില്ലേ, നമ്മളെ കൊണ്ടത് പറ്റൂല, എന്നാ പിന്നെ അത് വേറെ ആളെ ഏൽപ്പിക്കണം. നബി തങ്ങൾ ചോദിക്കുകയായിരുന്നു, ബിലാലെ നിങ്ങളല്ലേ അത് ഏറ്റെടുത്തത്, നിങ്ങൾ എന്തുകൊണ്ടത് ചെയ്തില്ല എന്ന് തങ്ങൾക്ക് ചോദിക്കേണ്ടി വന്നു. കാരണം ഇത് നിസ്കാരത്തിന്റെ വിഷയമാണ്. അതുകൊണ്ട് നബി തങ്ങൾ ചോദിച്ചു. ബിലാൽ റളിയല്ലാഹു അൻഹു സങ്കടത്തോടെ പറഞ്ഞു, നബിയേ, ഞാൻ എന്റെ ഒട്ടകപ്പുറത്തിന്റെ അരികത്ത് എന്റെ ഒട്ടകവും വെച്ചിട്ട് ഞാനിങ്ങനെ ഇരിക്കുകയായിരുന്നു. മെല്ലെ ഞാൻ എന്റെ ക്ഷീണം കൊണ്ട് രാത്രി മുഴുവൻ യാത്ര ചെയ്തതല്ലേ. ഒട്ടകപ്പുറത്തുള്ള യാത്രയാണ്, അതിന് എന്ത് സസ്പെൻഷൻ, എന്ത് ഷോക്ക് അബ്സോർബർ. ഒട്ടകപ്പുറത്തൊക്കെ യാത്ര, നമ്മളൊക്കെ 1 കിലോമീറ്റർ യാത്ര ചെയ്താൽ ഊരവേദന, ഒരു കുഷ്യനും ആ കാലല്ലേ പോകുന്നത്, ഒരു ഷോക്ക് അബ്സോർബർ അതിനില്ലല്ലോ. സുബ്ഹാനല്ലാഹ്. അപ്പൊ എന്ത് ക്ഷീണം ഉണ്ടാവും ഒരിക്കൽ, ഭയങ്കരമായ ക്ഷീണത്തിലാണ്. അപ്പൊ മെല്ലെ ഒന്ന് ചാരി ഇരുന്നതാ, അങ്ങ് ഉറങ്ങിപ്പോയി. ഗലബത്നി ഐനായി, നബിയെ എന്റെ കണ്ണുകൾ എന്നെ അതിജയിച്ചു പോയി. ഞാൻ അറിഞ്ഞില്ല നബി എന്ത് ചെയ്യും, ഞാൻ ഉറങ്ങിപ്പോയി. എന്നാൽ ആ സംഘത്തിൽ നിന്ന് ആദ്യമായി എഴുന്നേറ്റത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അതുകൊണ്ടാണ് ഖളാ സംഭവിച്ചാൽ എന്താണ് ചെയ്യേണ്ടത് എന്ന മസ്അല നബി തങ്ങൾ അതുകൊണ്ടാണ് പഠിപ്പിച്ചു തന്നത്. നമ്മളൊക്കെ യാത്ര ചെയ്യുന്നവരാണ്, ചിലപ്പോൾ ക്ഷീണം കൊണ്ടുറങ്ങിപ്പോകും, തളർന്നു പോയിട്ടുണ്ടാവും. ചിലപ്പോൾ വീട് ഹൗസ് വാമിങ്, കല്യാണം, സൽക്കാരം, പ്രോഗ്രാമുകൾ, ഇതിനുവേണ്ടിയൊക്കെ ഓടിച്ചാടി നടക്കുമ്പോൾ തളർന്നു ചിലപ്പോൾ എണീക്കാൻ പറ്റില്ല. അങ്ങനെ അറിയാതെ ഉറങ്ങിപ്പോയാൽ നിങ്ങൾ ആരെങ്കിലും അറിയാതെ ഉറങ്ങിപ്പോവുകയോ നിസ്കാരം ഫർള് മറന്നു പോവുകയോ ചെയ്താൽ എപ്പോഴാണോ അത് ഓർക്കുന്നത് അതാണ് ആ നിസ്കാരത്തിന്റെ സമയമെന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രാവിലെ എഴുന്നേറ്റു, ഏതായാലും 8 മണിയിൽ ഇനി ളുഹറിന്റെ കൂടെ നിസ്കരിക്കാം, അങ്ങനെയല്ല, അപ്പം നിസ്കരിക്കണം, അതപ്പം നിസ്കരിക്കുക. അത് അല്ലാഹുവിന് കൊടുക്കേണ്ട ടാക്സ് ആണത്. ജീവിക്കാൻ അനുവാദം തന്നതിന്, കണ്ണു തുറക്കാൻ അവസരം തന്നതിന്, എഴുന്നേൽത്തിരിക്കാൻ അവസരം തന്നതിന് അല്ലാഹുവിനോട് ചെയ്യുന്ന ആദ്യത്തെ ശുക്റാണ് നമ്മുടെ ഫജ്ർ നിസ്കാരം. അല്ലാഹുവേ, അത് നിലനിർത്താൻ, എല്ലാ നിസ്കാരങ്ങളും നിലനിർത്തിക്കൊണ്ടുപോരാൻ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റബ്ബേ. ആ മറന്നുപോയതിന്റെ പ്രായശ്ചിത്തം അതുതന്നെയാണ്. എങ്ങനെ ഉണരുന്നത് എപ്പോഴാണോ ഓർമ്മ വരുന്നത്, മറന്നുപോയതാണെങ്കിൽ എപ്പോ ഓർമ്മ വരുന്നുണ്ടോ ഉടനെ കിട്ടുന്ന സാഹചര്യത്തിൽ നിസ്കരിക്കണം. അതുകൊണ്ട് നിസ്കാരം മറന്നുപോയാലും അത് ഒഴിവാക്കാൻ പാടുള്ളതല്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതോടൊപ്പം ജനാബത്തുണ്ടായിരുന്ന, വലിയ അശുദ്ധി ഉണ്ടായിരുന്ന ഒരാൾ ഖല്ലാദ് ഇബ്നു റാഫി റളിയല്ലാഹു അൻഹു, അങ്ങനെ വെള്ളമില്ലാതെ വന്നാൽ എന്തു ചെയ്യണം എന്നതിന് മറുപടിയായി തയമ്മും ചെയ്യണം. മുഖവും കയ്യുമാണ് തയമ്മുമിന്റെ അവയവങ്ങൾ. ഒരാൾക്ക് കുളി നിർബന്ധമാണ്, വെള്ളം ഉപയോഗിക്കാൻ പറ്റില്ല, കടുത്ത തണുപ്പാണ്, അല്ലെങ്കിൽ വെള്ളം ചേരുമെന്നിൽ അസുഖങ്ങൾ വന്നേക്കും. അങ്ങനെയാണെങ്കിൽ തയമ്മും, കുളിക്കിന് പകരവും തയമ്മും മുഖവും കയ്യും മാത്രം തന്നെയാണ്. നിയത്ത് ചെയ്യുക, മുഖവും തടവ്, 2 കയ്യും തടവ്, ഖലാസ്. അല്ല മണ്ണിലാണ് ഉരുണ്ടിട്ട് മണ്ണ് കുളിക്കലല്ല. കുളിയുടെ തയമ്മും വുളൂഇന്റെ തയമ്മും ഒക്കെ ഒന്ന് തന്നെയാണ്.
മാ മനഅക അൻ തുസല്ലിയ മഅൽ ഖൗം. പുന്നാര നബി ചോദിച്ചു, എന്തേ നിങ്ങൾ ജമാഅത്തായി നിസ്കരിക്കാതിരുന്നത്? ജമാഅത്ത് നിസ്കാരത്തിന്റെ പ്രാധാന്യമാണ് പറയുന്നത്. ജമാഅത്ത് നിസ്കാരം നമ്മുടെ മസ്ജിദുകളിൽ ഇമാമിന്റെ പിറകിലായി മഅ്മൂമീങ്ങളായി ഇമാമിന്റെ കൂടെ നിസ്കരിക്കുന്ന നിസ്കാരത്തിന്റെ പ്രതിഫലം 27 ഇരട്ടിയാണെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നിസ്കാരം ഒറ്റക്കല്ല, പിന്നെയോ ജമാഅത്ത് സാധ്യമാകുന്നിടത്ത് ജമാഅത്തിൽ തന്നെയാണ് നിസ്കരിക്കേണ്ടത്. മാ മനഅക യാ ഫുലാൻ അൻ തുസല്ലിയ മഅൽ ഖൗം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ പാഠങ്ങളുടെ ഒരുപാട് മസ്അലകളുടെ ഒരനുഭവമാണ് ആ ഒരൊറ്റ സംഭവത്തിൽ നമ്മൾ കാണുന്നത്. ഇനി നമ്മൾ പോകുന്നത് ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ച മറ്റൊരു ഹദീസിലേക്ക്. അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു. അശ്അരികൾ എന്ന് പറയുന്നത് യമനികളാണ്. അൽ ഈമാനു യമാനിൻ വൽ ഹിക്മതു യമാനിയ വൽ ഫിഖ്ഹു യമാനിൻ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈമാൻ യമനികളുടേതാണ്. ഈമാൻ തത്വജ്ഞാനം യമനികളുടേതാണ്. ദീൻ മനസ്സിലാക്കുന്നത് യമനികൾ മനസ്സിലാക്കുന്ന ദീനാണെന്ന് നബി തങ്ങൾ യമനികളെ സംബന്ധിച്ച് പുകഴ്ത്തി പറയാറുണ്ടായിരുന്നു. യമനി തറവാടുകൾപ്പെട്ട തറവാടാണ് അശ്അരികൾ. റസൂലുള്ളാഹി തങ്ങൾ പറയാറുണ്ട്, അശ്അരികൾ എവിടെയാണ് താമസിക്കുന്നത് എന്ന്. അവര് പകല് താമസിക്കുന്ന ഇടങ്ങൾ എനിക്ക് അറിഞ്ഞില്ലെങ്കിലും അവര് രാത്രി എവിടെയാണുള്ളത് എന്ന് ഇരുട്ടിൽ എനിക്ക് മനസ്സിലാവും. അശ്അരികൾ എന്റെ ചുറ്റുവട്ടത്ത് എവിടെയാണുള്ളത്. യാത്ര പോകുമ്പോ സംഘങ്ങളായിട്ട് പോവുക. കുടുംബങ്ങൾ ഓരോരുത്തരും അവരൊരുമിച്ച് ക്യാമ്പ് ചെയ്യും. അപ്പൊ തങ്ങളുടെ വലത്താണോ ഇടത്താണോ മുമ്പിലാണോ പിറകിലാണോ അശ്അരികൾ താമസിക്കുന്നത് എന്ന് എനിക്കറിയാം. സ്വഹാബികൾ ചോദിച്ചു, നബിയെ, അശ്അരികളുടെ കാര്യം മാത്രം അങ്ങ് പറയാൻ കാരണം എന്ത്? അതിന് നബി തങ്ങൾ പറഞ്ഞു, അശ്അരികളുടെ വിഷയം ഞാൻ പറയാൻ കാരണം ബിസൗതിഹിം ബിൽ ഖുർആൻ. രാത്രിയായാൽ അവനവന്റെ ടെന്റിന്റെ ഉള്ളിൽ നിന്ന്, കൂരയുടെ ഉള്ളിൽ നിന്ന് രാത്രി നേരത്ത് ഖുർആൻ ഓതുന്നവരാണ് അശ്അരികൾ. അവരുടെ ഖുർആനിന്റെ ശബ്ദം കേൾക്കുമ്പോൾ എനിക്കറിയാം അത് അശ്അരി കുടുംബമാണെന്ന് എന്ന് പറഞ്ഞ അശ്അരികളെ നബി തങ്ങൾ പ്രശംസിച്ചിട്ടുണ്ട്. സന്തോഷമായി. അബൂ മൂസ അശ്അരി തങ്ങളോട് തന്നെ പറയാറുണ്ട്, അബൂ മൂസ, അല്ലാഹു നിങ്ങൾക്ക് മനോഹരമായ ശബ്ദമല്ലയോ നൽകിയത്? ഊതീത മിസ്മാറം മിൻ മസാമീരി ആലി ദാവൂദ്. ദാവൂദ് നബിയുടെ കുടുംബത്തിന് അല്ലാഹു നൽകിയ ശബ്ദമധുരിമ അബൂ മൂസ അശ്അരി നിങ്ങൾക്ക് അല്ലാഹു നൽകിയിരിക്കുന്നുവല്ലോ. നല്ല മധുരമായ ഖുർആൻ ഓതുന്നവരായിരുന്നു അശ്അരികൾ. അതിൽപ്പെട്ട പ്രശസ്തനായ സ്വഹാബിയാണ് അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു. മഹാൻ പറയട്ടെ, ഞാനൊരു ദിവസം എന്റെ വീട്ടിൽ നിന്ന് വുളൂവെടുത്തു. എന്നിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി. എന്റെ മനസ്സിൽ ഞാനൊരു തീരുമാനമെടുത്തു, ലഅൽസമന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലാ കൂനന്ന മഅഹു യൗമി ഹാദാ. ഇന്നത്തെ ദിവസം ഇന്ന് ഒരു പണി വേറെയില്ല. ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ അരികത്തേക്കാണ് പോകുന്നത്. ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ റസൂലുള്ളാഹിന്റെ കൂടെയാണ് ഞാൻ ഉണ്ടാവുക. നല്ലൊരു തീരുമാനം. ഹബീബിന്റെ അടുത്ത് പഠിക്കണം, ഹബീബിന്റെ ബറക്കത്ത് എനിക്ക് വേണം, ഹബീബിൽ നിന്ന് അറിവ് സ്വീകരിക്കണം. അവിടുത്തെ പരിശുദ്ധമായ നബുവത്തിന്റെ പ്രകാശത്തിന്റെ ഒരു സ്മരണം എനിക്കിന്ന് ലഭിക്കണം എന്ന തീരുമാനത്തിൽ ഞാൻ വുദൂഎടുത്ത് വീട്ടിൽ നിന്നിറങ്ങി. നേരെ മസ്ജിദിലേക്ക്, മസ്ജിദുൻ നബവിയിലേക്ക് കടന്നു ചെല്ലുമ്പോ റസൂലുള്ളാഹി തങ്ങൾ അവിടെ ഇല്ല. അവര് പറഞ്ഞു, തങ്ങൾ പുറത്തു പോയല്ലോ. ഖറജ വവജൂഹു ഹുനാ. നബി തങ്ങൾ ഇങ്ങോട്ടാണ് പോയത് എന്ന് പറഞ്ഞു. ഫോൺ നമ്പർ ഒന്നും ഇല്ലല്ലോ വിളിക്കാന്. മഹാനായ അബൂ മൂസ അശ്അരി തങ്ങള് ഏകദേശം തങ്ങൾ പോയ റൂട്ടിലേക്ക് മഹാനവറുകൾ നടന്ന് ചെല്ലുമ്പോൾ ഹബീബായ നബി തങ്ങൾ എത്തിച്ചേരുന്നത് ദഖല ബിഅറ അരീസ്. അരീസ് എന്ന് പറയുന്ന ഒരു കിണറുണ്ട് ഖുബാപള്ളിന്റെ അടുത്ത്. ആ കിണറിന്റെ അടുത്തേക്കാണ് നബി തങ്ങൾ പോയത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾക്ക് വളരെ വെള്ളം, വാട്ടർ ഫ്രണ്ട് നബി തങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. വെള്ളത്തിലേക്ക് നോക്കിയിരിക്കും. പക്ഷെ മദീനയിൽ തടാകമില്ല, മദീനയിൽ വലിയ അരുവികളും ജലാശയങ്ങളൊന്നും ഇല്ല. തങ്ങൾ കടലും കണ്ടിട്ടില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കടൽ ഒരുപാട് ദൂരെയാണ്. മദീനയിൽ നിന്ന് യംബുവിലേക്ക് പോകണം. അവിടേക്കൊന്നും പോകേണ്ട ഒരു എക്സ്പെഡിഷനോ കാര്യങ്ങളോ ഒന്നും അന്നുണ്ടായിരുന്നില്ല. സൈന്യത്തിന്റെ കൂടെ പോലും തങ്ങൾ ആ വഴിക്കൊന്നും പോയില്ല. തങ്ങൾ കടൽ പോലും കണ്ടിട്ടില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ എത്രയാ കടലിനെ കുറിച്ച് ഖുർആനിൽ വന്ന ആയത്തുകൾ. മഴ കിട്ടാത്ത നാടല്ലേ മക്കയും മദീനയും. മഴയെക്കുറിച്ച് എത്ര ആയത്തുകളാണ് ഖുർആനിലുള്ളത്. എത്രയാണ് മഴയെക്കുറിച്ച്, കാറ്റിനെ കുറിച്ച്, മേഘങ്ങളെ കുറിച്ച്. ഒരു മേഘം അവിടെ കാണാൻ കിട്ടൂല. അപൂർവം ചില സമയത്തൊക്കെ മേഘം മൂടിയെങ്കിലായി അല്ലേ. ഇപ്പച്ചിരി മഴകളൊക്കെ കൂടി വരുന്നുണ്ട് അല്ലെ. ഗൾഫ് നാട്ടിലൊക്കെ മഴ കൂടുതലാണ്. അത് കുറച്ച് കൂടും എന്ന് തന്നെയാണ് ഹദീസിലുണ്ടത്. ലാ തഖൂമു സ്സാഅ
ഹത്താ തഊദ അർദുൽ അറബി മുറൂജൻ വൻഹാറാ. ലോകാവസാനത്തിന് മുമ്പ് അറബ് നാടുകൾ, ജസീറത്തുൽ അറബ്, അറബ് ഉപഭൂഖണ്ഡം അരുവികളും കാടുകളുമായിട്ടും ഈ ഭൂമി തിരിച്ചു വരുന്നത് വരെ ഖിയാമത്ത് നാൾ സംഭവിക്കില്ല എന്ന് പുണ്യനബിയുടെ ഹദീസുണ്ട്, സ്വഹീഹായ ഹദീസ്. ലാ തഖൂമുസ് സാഅ ഹത്താ തഊദ അർദുൽ അറബി മുറൂജൻ വൻഹാറാ. അറബികളുടെ നാട് പുഴകളും അരുവികളും കാടുകളുമുള്ള പ്രദേശമായി മാറുന്നതുവരെ ഖിയാമത്ത് നാൾ നടക്കുകയില്ല എന്നാണ് പറഞ്ഞത്. ആർട്ടിഫിഷ്യൽ പുഴയെ കുറിച്ചല്ല പറയുന്നത്, കാലാവസ്ഥാ വ്യതിയാനങ്ങളുണ്ട്. അത് സംബന്ധിച്ച് സയന്റിസ്റ്റിന്റെ ഒരു പഠനം ഉണ്ടായിരുന്നു. കാരണം മില്യൺസ് ഓഫ് ഇയേഴ്സ് ബാക്ക് അറബ് നാടുകൾ നല്ല സമ്പുഷ്ടമായ കാടുകളുള്ള പ്രദേശമായിരുന്നു, പിന്നെ അത് ഡെസേർട്ടായി മാറിയത്. അതുകൊണ്ടാണ് ഭൂമിന്റെ ഉള്ളിലെ ഫോസിൽ ഫ്യൂല്, പെട്രോളും ഡീസലൊക്കെ മരങ്ങളും ജീവികളും അഴിഞ്ഞു ചേർന്ന് മില്യൺ കണക്കിന് കൊല്ലങ്ങളെ കൊണ്ടുണ്ടാവുന്ന സാധനമാണെന്നാണ് ഇപ്പോ പെട്രോളിനെ പറ്റി പറയാൻ. ജീവജാലങ്ങളും ചെടികളുള്ളിടത്തെ പെട്രോൾ ഉണ്ടാവുള്ളൂ. അവകൾ മില്യൺ കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് നശിച്ചുപോയി അതിന് രൂപം മാറ്റം സംഭവിച്ചിട്ടാണ് പെട്രോളും ഡീസലും നാച്ചുറൽ ഗ്യാസും ഒക്കെ ആയിട്ട് മാറുന്നത്. അതുകൊണ്ട് അതിനെ ഫോസിൽ ഫ്യൂൽസ് എന്ന് പറയാൻ കാരണം ജീവികളിൽ നിന്നുണ്ടാകുന്നതാണ്. നമ്മുടെ നാട്ടിലും കേരളത്തിലൊക്കെ അല്ലേ ഇത് ഏറ്റവും കൂടുതൽ കിട്ടേണ്ടത്. അന്നത്തെ കാലഘട്ടത്തിൽ ഇവിടെ അതുണ്ടോ നമുക്കറിയില്ല. പക്ഷെ അറബ് നാട് അങ്ങനെയായിരുന്നുവെന്നും അത് ഇനി തിരിച്ചു വരുമെന്നും കാലാവസ്ഥകൾക്ക് വ്യതിയാനങ്ങൾ ഉണ്ടായി ഒരുപാട് മഴയും ഫലപുഷ്ടമായ മണ്ണായും ആ നാട് മാറിയിട്ട് അവിടെ പച്ചപ്പ് വരും എന്ന് സയൻസിന്റെ ഒരു പ്രഡിക്ഷൻ, ഒരു സയന്റിസ്റ്റിന്റെ ഒരു പഠനം ഉണ്ടായിരുന്നു. ഞാനത് ഇന്നത്തെ വിഷയം അതല്ലാതെ ഞാനിപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ പറഞ്ഞതാണ് ഈ ഹദീസ്. പക്ഷെ അങ്ങനെ ഒരു പഠനം തന്നെയുണ്ട്. അറബ് ലോകം അങ്ങനെയാണ്. ഒരു തായ്വാൻകാരനായ ഒരു സയന്റിസ്റ്റിന്റെ ഒരു ഗവേഷണമുണ്ട് അതിനെ സംബന്ധിച്ച്. അപ്പൊ അങ്ങനെ തിരിച്ചു വരുന്ന മഴഞ്ഞു കൂടിക്കൊണ്ടുവരും അവിടങ്ങളിലൊക്കെ. അപ്പൊ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ മഴകൾ അങ്ങോട്ട് നീങ്ങുകയാണോ അല്ലാഹു അലം. അവിടെ നല്ല സമൃദ്ധമായ മഴ പെയ്യാൻ തുടങ്ങുന്ന. പക്ഷെ നബി തങ്ങളുടെ കാലത്തൊന്നും അതില്ല. വളരെ നേർത്ത മഴ. ഇതാണ് മഴ എന്ന് അറിയിക്കാൻ വേണ്ടി മാത്രം ഒരു സ്പ്രേ ഉള്ളൂ. അത് എപ്പോഴെങ്കിലും കിട്ടിയെങ്കിലായി. എന്നാൽ എത്രയാണ് മഴയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ കാണുന്ന റെഫറൻസുകൾ ഒരുപാടാണ്. ഹബീബായ നബി തങ്ങൾക്ക് വെള്ളം ഇഷ്ടമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഹബീബായ നബി തങ്ങൾ ഖുബാ പള്ളിയുടെ അടുത്തുള്ള അരീസ് എന്ന് പറയുന്ന കിണറിന്റെ അരികത്തേക്ക് ചെന്നു. അവിടെ ഒരു ചെറിയ ഒരു ഈത്തപ്പന തോട്ടമാണ്. ആ കിണറ്റിന് ഒരു പ്രത്യേകത ഉണ്ട്. നബി തങ്ങളുടെ മോതിരം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ നിന്ന് വീണുപോയത് ആ കിണറ്റിലാണ്, അരീസ് കിണറ്റിലാണ്. പക്ഷെ അത് ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ. ഞാൻ മുങ്ങിത്താവാൻ നിൽക്കണ്ട. അവിടെ പണ്ട് കാലം മുതലേ ആൾക്കാർ അന്വേഷിക്കാൻ തുടങ്ങിയതാണ്. ഇതുവരെ കിട്ടിയിട്ടില്ല. അരീസ് കിണറിൽ ഉസ്മാൻ റളിയല്ലാഹു തങ്ങളുടെ കാലശേഷം ഹബീബായ നബി തങ്ങളുടെ മോതിരം ഖുലഫാ റാഷിദീങ്ങളുടെ കയ്യിലാണ്. സിദ്ദീഖ് തങ്ങളുടെ കയ്യിലായിരുന്നു. സിദ്ദീഖ് തങ്ങൾ വഫാത്തായപ്പോൾ ഉമർ തങ്ങൾ കൊടുത്തു. ഉമർ തങ്ങളുടെ കാലം ഉമർ തങ്ങളുടെ ഉസ്മാൻ തങ്ങൾക്ക് കൊടുത്തു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കുമ്പോൾ കയ്യിൽ നിന്ന് വീണു പോയതാ. പിന്നെ എത്ര തെരഞ്ഞെടുക്കും. ഉസ്മാൻ തങ്ങൾ ഭയങ്കര സങ്കടമായിരുന്നത്. നഷ്ടപ്പെട്ടു പോയല്ലോ, അത് കിട്ടിയില്ല, പിന്നെ കണ്ടുകിട്ടിയിട്ടില്ല. അങ്ങനെയാണ് ആ മോതിരം നഷ്ടമായൊരു കിണർ കൂടിയാണ് ബിഅ്റു അരീസ്. അതിന്റെ ആ കിണറിന്റെ ഭാഗങ്ങളൊക്കെ ടൂറിസ്റ്റുകൾ കാണിച്ചു കൊടുക്കുന്നുണ്ട് അവിടെ മദീനയിൽ. ബിഅ്റു അരീസിൽ നബി തങ്ങൾ ചെന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി തങ്ങൾ ആ കിണറ്റിന്റെ വക്കിൽ ഇരിക്കുകയാണ്. അപ്പൊ ചെറിയ കിണറാണ്, ആഴം കുറവാണ്, അതിൽ വെള്ളവുമുണ്ട്. മദീനയിലെന്ന് വെള്ളം കൂടുതലുണ്ട്. ഇന്നത്തെ പോലെയല്ല. ഉഹദിൽ നിന്ന് മദീനയിലേക്ക് വരുന്ന ഭാഗത്ത് നമ്മൾ കാണുന്ന ചില ചാലുകളൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ വെള്ളം പോകുന്ന ചില സ്ട്രീമുകൾ. അപ്പൊ അത് ഡ്രൈ ആണ്. പക്ഷെ അന്ന് മദീനയിൽ അതിലൊക്കെ നേരിയ വെള്ളമുണ്ടായിരുന്നു. ഈത്തപ്പന തോട്ടത്തിലൂടെയൊക്കെ വെള്ളങ്ങൾ കടന്നു പോകുന്ന വെള്ളത്തിന്റെ ചാലുകൾ ഉണ്ടായിരുന്നു എന്നൊക്കെ ഹദീസിൽ കാണാൻ കഴിയും. മദീനയിൽ കുളം ഉണ്ടായിരുന്നു. കുളം എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും കിണറല്ലല്ലോ, ഭൂമിക്ക് മുകളിൽ വെള്ളം കിട്ടുന്ന സ്ഥലമാണ്. നമ്മുടെ കേരളമൊക്കെ അള്ളാഹുവിന്റെ എത്ര വലിയ അനുഗ്രഹമുള്ള നാടാണ്. നമ്മൾ മണ്ണ് കുഴിച്ചാൽ വെള്ളം കിട്ടുന്നത് ഫിൽറ്റർ പോലും ചെയ്യാതെ ടാങ്കിലേക്ക് അടിച്ച് വെള്ളം കുടിക്കുന്നില്ലേ നമ്മള്? എനിക്കറിയില്ല കേട്ടോ ലോകത്ത് എവിടെയെങ്കിലും ഇങ്ങനെ ഭൂമിയിൽ നിന്ന് നേരെ വെള്ളം എടുത്ത് കുടിക്കുന്ന സ്ഥലമുള്ളത്. ഇത്ര നല്ല വെള്ളം, ഫിൽറ്റർ പോലും ചെയ്യാത്ത വെള്ളം, ഇത്ര രുചിയുള്ള വെള്ളം കിട്ടുന്ന നാട് എനിക്കറിയില്ല. ഞാൻ യാത്ര പോയ സ്ഥലത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇനി ഉണ്ടെങ്കിൽ എനിക്കറിയില്ല. വളരെ അപൂർവമാണ്. ഈ ടേസ്റ്റ് കിട്ടൂല. വെള്ളം കിട്ടുന്ന കട്ടിയുള്ള വെള്ളമൊക്കെ ഉണ്ടാവും, ഒന്നും ടേസ്റ്റ് കിട്ടൂല. എന്ത് രുചിയുള്ള വെള്ളമാണ് നമുക്ക് അള്ളാഹു ഇവിടെ തന്നത്. അതിന് മാത്രം അള്ളാഹ്ക്ക് നന്ദി ചെയ്യണമെങ്കിൽ എത്ര നന്ദി പറയേണ്ടി വരും. യാ അല്ലാഹ്. അതുകൊണ്ടായിരിക്കില്ലേ ഗോഡ്സ് ഓൺ കൺട്രി, ഗോഡ്സ് ഓൺ കൺട്രി ബട്ട് ഡെവിൾസ് ഓൺ പീപ്പിൾ എന്ന് പറയുന്നത്. അല്ലാഹു അലം. അപ്പോ ജനങ്ങളും പടച്ചവൻ ആൾക്കാരനെ ആവട്ടെ. ജനങ്ങൾ മഹാവടക്ക് സ്വഭാവം, നാട് അള്ളാഹിൻ്റെത്, അങ്ങനെ ആവണ്ട. അപ്പോ വലിയ അത്ഭുതമുള്ള നാടാണ് നമ്മുടെ നാട്.
അതിന്റെ നല്ല ശുദ്ധിയുള്ള വെള്ളമല്ലേ നമ്മുടെ പുഴയിലൂടെ ഒക്കെ ഒഴുകുന്നത്. നല്ല നല്ല ശുദ്ധമുള്ള ഉപ്പുരുചിയില്ലാത്ത വെള്ളം ഒഴുകുക ഭൂമിക്ക് മുകളിലൂടെ. ഭയങ്കര സൗഭാഗ്യമല്ലേ, എത്ര വലിയ നിഅമത്താണെന്ന്. ഇതില്ലാത്ത നാടിലേക്ക് ചെല്ലുമ്പോഴേ നമുക്കറിയുള്ളൂ. ഹബീബായ നബി തങ്ങൾ കിണറ്റിന്റെ വക്കിൽ ചെന്നിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കിണറ്റിലേക്ക് ഒരൽപ്പം കാല് പൊക്കിയിട്ട് നബി തങ്ങൾ വെള്ളത്തിലേക്ക് കാലിട്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അത് കുടിക്കാൻ ഉപയോഗിക്കുന്ന കിണറാണോ, അതല്ല കൃഷിക്ക് മാത്രം ഉപയോഗിക്കുന്ന നനക്കുന്ന കിണറായിരിക്കുമോ എന്നൊക്കെ പണ്ഡിതന്മാർ പറയും. അതുകൊണ്ടായിരിക്കും തങ്ങൾ അതിൽ കാലിട്ടത്. വെള്ളം നനയാനും കാലിനൊരു ശരീരത്തിനൊരു ഉണർവ് കിട്ടാനും തങ്ങൾ ചെയ്തതായിരിക്കാം. കിണറിന്റെ ഒരു വക്കിൽ നബി തങ്ങൾ ഇരിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖഫ് എന്ന് പറയുന്നത് കിണറിന്റെ ആ ഒരു ചുറ്റുമതിലിന് അറബിയിൽ പറയുന്ന പേരാണ് ഖഫ്. തങ്ങൾ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോ അവിടെ ഒരു ഗേറ്റ് ഉണ്ട്, ഈത്തപ്പനയുടെ വടികൾ കൊണ്ടുണ്ടാക്കിയ ഒരു വാതിലുണ്ട്. അതിന് അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു ചെല്ലുമ്പോ തങ്ങൾ ഒറ്റക്കാണ് അവിടെ. തങ്ങളുടെ കയ്യിലൊരു വടിയുണ്ട്. ആ വടിയിൽ വെള്ളവും ചെളിയൊക്കെ ഉള്ള ആ ഭാഗം നബി തങ്ങൾ ഇങ്ങനെ കൈ കൊണ്ട് വടി കൊണ്ട് ഇങ്ങനെ തൊട്ടു നോക്കുന്നുണ്ട്. ആ വെള്ളത്തിലേക്ക് നോക്കി നബി തങ്ങൾ ഇരിക്കുകയാണ്. എന്തിനാണ് തങ്ങൾ അവിടെ ചെന്നിരുന്നത്? എന്തിനായിരുന്നു തങ്ങൾ ഒറ്റയ്ക്ക് ഒരു കിണറിന്റെ വക്കത്ത് പോയി നിന്നത് ഒന്നും നമുക്കറിയില്ല. തങ്ങൾ അത് ഇഷ്ടപ്പെട്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾക്ക് വെള്ളം ഇഷ്ടമായിരുന്നു, വെള്ളത്തോട് ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങൾ ഇഷ്ടമായിരുന്നു. മദീനയിൽ ഒരു കുളമുണ്ടായിരുന്നുവെന്നും ആ കുളത്തിൽ നബി തങ്ങളും സിദ്ദീഖ് എന്നവരും ഉമർ എന്നവരും നീന്തിയിട്ടുണ്ട് എന്ന ഹദീസിലുണ്ട്. നബി തങ്ങൾ അവിടെ കുളത്തിൽ കുട്ടികളെ കുളിക്കുമ്പോൾ ഒരു നീന്തൽ മത്സരമൊക്കെ നടത്തൂലേ? ഞാനിവിടെ വരുമ്പോ നമ്മുടെ സിയാദ്കാട് ചോദിക്കുന്ന, ഈ കനാലിലൊക്കെ ഇഷ്ടം പോലെ വെള്ളല്ലേ, ഇതിനൊരു തടയൊന്നും ഇല്ലാണ്ടിരുന്നാൽ കുട്ടികളാണെങ്കിലും വീഴൂലേ? പറഞ്ഞു ഉസ്താദ്, പാനിപ്പുറയിലെ കുട്ടികളൊക്കെ നല്ല നീന്തറിയുന്ന മക്കളാണ്. ഓക്കെ, മതി നമുക്ക് കുഴപ്പമില്ല. നീന്തൻ പഠിക്കണം, നീന്താൻ അറിയണം. അല്ലിമു ഔലാദക്കും, നിങ്ങളുടെ മക്കളെ നിങ്ങൾ പഠിപ്പിക്കണം എന്ന് പറഞ്ഞതിലുണ്ട്. തിലാവത്തുൽ ഖുർആൻ, ഹുബ്ബ നബിയിക്കും ഹുബ്ബ അഹ്ലി ബൈതിഹി വ തിലാവത്തുൽ ഖുർആൻ, ഖുർആൻ ഓതാനും നബിതങ്ങളുടെ കുടുംബമായ തങ്ങന്മാരെ സയ്യിദന്മാരെ സ്നേഹിക്കാനും നബിതങ്ങളെ സ്നേഹിക്കാനും മക്കളെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞു. പിന്നെ നബിതങ്ങൾ പറഞ്ഞ കാര്യമാണ് അല്ലിമുഹുമുർ റിമായ വൽ ഫുറൂസിയ്യത വസ്സിബാഹ, ഹോഴ്സ് റൈഡിംഗ് മക്കളെ പഠിപ്പിക്കണം, ആർച്ചറി മക്കളെ പഠിപ്പിക്കണം. പിന്നെ പറഞ്ഞു അസ്സിബാഹ, നീന്താനും പഠിപ്പിക്കണം. ഇത് പറയുമ്പോൾ ഒരു സ്വിമ്മിംഗ് പൂൾ മക്കയിലില്ല, മദീനയിലില്ല. എവിടെയൊക്കെ സാധ്യമാകുമോ നിങ്ങളത് പഠിപ്പിക്കണം മക്കൾക്ക്. നോക്കണം, എത്ര വലിയൊരു ലൈഫ് സ്കില്ലാണ് നീന്തുക എന്ന് പറഞ്ഞത്, അല്ലേ? നീന്താൻ അറിയുന്നവരൊക്കെ ഒന്ന് കൈപൊക്കിയാട്ടെ. ഉറപ്പന്നല്ലേ? അൽഹംദുലില്ലാഹ്. ഒരാള് മുങ്ങിപ്പോയാൽ രക്ഷപ്പെടുത്താനുള്ള കഴിവുണ്ട്, സ്വന്തം നീന്തി രക്ഷപ്പെടും, അതൊന്നും വേറെയാണ്. ഒരാളെ രക്ഷപ്പെടുത്താൻ കഴിയും, അങ്ങനത്തെ ഒന്ന് കൈപൊക്കിയാട്ടെ. അവർക്ക് ഗവൺമെന്റിന് ആവശ്യം ഉണ്ടാവേ, ഒരു പ്രളയമോ ഒരു ആവശ്യമോ വരുമ്പോ മാഷാ അല്ലാഹ് നീന്താൻ അറിയണം. സ്വിമ്മിംഗ് പൂളിൽ 4 കാലിട്ടടിച്ചുകൊണ്ടൊന്നും നീന്താനില്ല. ശരിക്ക് നല്ല കുളത്തിലും പുഴയിലും കടലിലും ഒക്കെ നീന്തി തന്നെ പഠിക്കണം. ഞങ്ങൾ ദാറുൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങളുടെ അടുത്ത് കടലുണ്ടി പുഴയുണ്ട്, നീന്തിയിരുന്നു. എൻ്റെ സീനിയർ ക്ലാസ്സിലെ ഒരു സുഹൃത്ത് വെള്ളത്തിൽ മുങ്ങി ഏകദേശം തീരുമാനാകാൻ പോകുന്ന നേരത്ത് പിന്നിലേക്ക് ചെന്ന് തള്ളി ആ സുഹൃത്തിനെ കരയിലേക്ക് അടുപ്പിച്ച് രക്ഷപ്പെടുത്തി എന്നൊരു ആത്മവിശ്വാസം, ഒരു ധൈര്യവും ഒരു സന്തോഷവും ഉള്ളത് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. എന്ന് വെച്ചാൽ നീന്തൻ അറിയണം, ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റി എന്ന് ഞാൻ പറയാൻ. കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്, ഒരു 1997-ലോ 96-ലോ ഒക്കെയാണ് സംഭവം നടക്കുന്നത്. ഏതായിരുന്നാലും അറിയണം. നബി ഞങ്ങൾ സുന്നത്താണെന്ന് പഠിപ്പിച്ചതാണ്, സുന്നത്താണത്, നീന്താൻ അറിയണം. പുണ്യനബി ഞങ്ങൾ നീന്തുമ്പോഴേ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിതങ്ങളും ഉമർന്നവരൊക്കെയുള്ള ആ ഒരു കിണറ്റിൽ നബിതങ്ങൾ ഒരു കോമ്പറ്റീഷൻ വെച്ചു. അങ്ങനെ കുറച്ചാൾക്കാരെ നബിതങ്ങൾ ഒരു ലൈനിൽ നിർത്തി, മറ്റവരെ അക്കരയിൽ നിർത്തി, ഒരറ്റത്ത് നിന്ന് മറ്ററ്റത്തേക്ക്. തങ്ങൾ പറഞ്ഞു, അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരും അവനവന്റെ ഹബീബിലേക്ക് നീന്തിക്കോളൂ എന്ന് പറഞ്ഞു. ഇഷ്ടപ്പെട്ട അവന്റെ കൂട്ടുകാരനെ വന്ന് തൊടിൻ എന്നാണ് പറഞ്ഞത്. അങ്ങനെ നബിതങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് നീന്തിച്ചെന്നു എന്ന് ഹദീസിൽ കാണാൻ കഴിയും സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അങ്ങനത്തെ കളിയൊക്കെ ഉണ്ടായിക്കോട്ടെ, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ നമ്മളെന്താ സംഭവം എന്ന് പറയും, കുളത്ത് പോയിട്ട് സോപ്പിട്ട് തിരുമ്പും നമ്മളെ ഡ്രസ്സൊക്കെ. ഈ കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ സോപ്പിട്ട് അലക്കാനുള്ളതല്ല. ശരിക്കും അവിടെ നമ്മൾ സോപ്പ് തേച്ച് കുളിക്കുക പോലും ചെയ്യരുതെന്ന്. കുളിക്കാൻ വേറെ പുറത്തേക്ക് കൊണ്ടുപോകും, ആ വെള്ളം അഴുക്കാവില്ലേ, അത് പുറത്തേക്ക് ഒഴുകി പോകുന്നില്ലെങ്കിൽ ആ സോപ്പും നമ്മൾ കഴുകുന്നതിന്റെ അഴുക്കും വൃത്തികേടൊക്കെ അതിൽ പോയിട്ട് തന്നെ മുങ്ങി കുളിച്ചിട്ട് എന്താ കാര്യം? ഉദു കൊടുക്കുന്നിടത്ത് ഹൗദുകളുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ. പലരും വിചാരിക്കും ഹൗദ് പറഞ്ഞാൽ ചളി കളയാനുള്ള സ്ഥലമാണെന്ന വിചാരം. എന്നിട്ട് കയ്യുമത്തെ കറുപ്പും ചറുവ ചളിയും അതിലേക്ക് ഇങ്ങനെ ഇങ്ങനെ വീഴുന്നത് കാണാം. എന്നിട്ടാണ് ഉദു കൊടുക്കുകയും ചെയ്യും. അത് പുറത്തേക്ക് മാറ്റിയിട്ടാണ് കഴുകേണ്ടത്. ഇതൊരു കോമൺ സെൻസ് ഉണ്ടായ പോലെ മനസ്സിലാക്കാന്.
മൂക്കൊക്കെ കഴുകിയിട്ട് അതൊക്കെ കൈയൊക്കെ ആക്കിയിട്ടുണ്ട് അതിലിട്ടിട്ട് കൈ കഴുകുന്നത്. ഈ അള്ളാ എന്ത് വൃത്തികേടാണ് അതൊക്കെ. വുളു എടുക്കാൻ വെച്ചത് ശുദ്ധിയുള്ള വെള്ളമാണ്. അത് ഞാൻ മുതനജ്ജിസ് ആയിക്കൊള്ളുന്നില്ല, എന്നാലും ഒരു വൃത്തി എന്ന് പറഞ്ഞ സംഭവമല്ലേ. നമുക്ക് കഴുകാനുള്ള അഴുക്കൊക്കെ പുറത്തേക്ക് വെള്ളമെടുത്ത് കഴുകിയിട്ട് കൈ വൃത്തിയായിട്ട് ആ വൃത്തിയായ കൈ കൊണ്ടാണ് നമ്മൾ മുഖവും കൈയും കാലൊക്കെ ഇവിടെ കഴുകേണ്ടത്. വുളൂഇന്റെ ആ ഒരു ഹൗലിന്റെ വെള്ളം വൃത്തി കേടാക്കാനുള്ളതല്ല. എന്നതുപോലെ നമ്മുടെ സ്വിമ്മിംഗ് പൂളുകളൊക്കെ, നമ്മുടെ വിഷയം അതൊന്നല്ല, പക്ഷെ നബി ഞങ്ങൾക്ക് വൃത്തി ഇഷ്ടമാണ്. അതുകൊണ്ട് പറയാം, സ്വിമ്മിംഗ് പൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും കുപ്പായി ഒരു ഒറ്റച്ചാട്ടം. ചില വീടുകളിലൊക്കെ ഉണ്ട് ഇപ്പോൾ സ്വിമ്മിംഗ് പൂള്, ഇപ്പോൾ ഹോട്ടലുകളിൽ ഉണ്ടായിരിക്കാം, എവിടെയെങ്കിലും വല്ല റിസോർട്ടുകളിൽ ഉണ്ടായിരിക്കാം. സ്വിമ്മിംഗ് പൂളിൽ കുളിക്കുമ്പോൾ പോലും നല്ല ശുദ്ധിയുള്ള വെള്ളത്തിൽ പോയി വിയർപ്പ് ശരിക്കും വൃത്തിയായി കളഞ്ഞതിന് ശേഷമേ സ്വിമ്മിംഗ് പൂൾ വന്ന് കുളിക്കാൻ പാടുള്ളൂ എന്നാണ്. പിന്നെ കുളത്തിൽ മൂത്തൊഴിക്കുന്ന മഹാന്മാരും മഹതികളൊക്കെ ഉണ്ട്, ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഇതൊന്നും ചെയ്യാൻ പാടില്ലാത്ത സംഗതികളാണ്. നമ്മൾ അത് പറയുന്നത് അത് ചെയ്യരുത്, ആരും കാണുന്നില്ല, ചിലപ്പോൾ അറിഞ്ഞിട്ടില്ല എന്ന് വന്നേക്കാം. വൃത്തികേടല്ലേ അത്, മനുഷ്യന്റെ വിസർജ്യം ആ വെള്ളത്തിൻ്റെ. ഇത് പോയിട്ട് കുട്ടികൾ വായിലിട്ടിട്ട് ഊതുന്നു, അത് ചിലർ അറിയാതെ കുടിക്കുന്നു. എന്താണ് അതിന്റെ അവസ്ഥ എന്ന് അള്ളാഹ്ക്കേ അറിയുള്ളൂ. ഇത് നബി തങ്ങൾക്ക് ഇഷ്ടമല്ല. എന്തുകൊണ്ട്? നബി തങ്ങൾക്ക് വൃത്തി ഇഷ്ടമാണ്. അവിടുന്ന് വൃത്തി, അത്ഹൂറു ശത്റുൽ ഈമാൻ, വൃത്തി ഈമാനിന്റെ പകുതിയാണെന്ന് പഠിപ്പിച്ച നബിയാണ് നമ്മുടേത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വിമ്മിംഗ് പൂൾ എന്ന് പറഞ്ഞാൽ എന്തല്ല, ചളി പോയിട്ട് കഴുകാനുള്ള സ്ഥലം, സോപ്പിട്ട് കഴുകാനുള്ള സ്ഥലമല്ല അത്. വെള്ളത്തിൽ നമ്മൾ ചെയ്യുന്ന എക്സസൈസ്, വൺ ഓഫ് ദ ബെസ്റ്റ് എക്സസൈസ് വി ക്യാൻ ഡു, വെള്ളത്തിൽ സ്വിമ്മിംഗ് ആണ്. അപ്പൊ അത് വൃത്തിയിലാവണം, ദേഹത്ത് വിയർപ്പ് പോലും ഉണ്ടാവരുത് സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങുമ്പോൾ. അതിലിട്ട് സോപ്പിട്ട് കഴുകാനും പാടില്ല, പുറത്ത് വന്നിട്ടാ കഴുകേണ്ടത്. എന്നതുപോലെ നമ്മുടെ ഹൗലിൻ കരകളൊക്കെ വൃത്തിയിൽ സൂക്ഷിക്കണം. അങ്ങനെ ഒരു സ്വിമ്മിംഗ് പൂളിൽ പുണ്യനബി തങ്ങളും അവിടുത്തെ അസ്ഹാബുകളും നീന്തൽ മത്സരങ്ങൾ നടത്തി എന്ന് പറയുന്നത് എത്ര കൗതുകമാണ്. ഇതൊക്കെ അപൂർവമേ അന്ന് ഉണ്ടായിട്ടുള്ളൂ. മദീനയിൽ അങ്ങനെ ഒരു കുളം ഉണ്ടായിരുന്നു, അവിടെ പോയി നബി തങ്ങൾ കുളിച്ചിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ വിഷയം അരീസ് കിണറിൻ്റെതാണ്. ആ കിണറിന്റെ അരികത്ത് നബി തങ്ങൾ കാലിട്ട് ആ വെള്ളത്തിലേക്ക് കാലും തൂക്കി പിടിച്ചിരിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സമയം ഞാൻ നോക്കുന്നുണ്ട്, 25 മിനിറ്റാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഞാൻ പറഞ്ഞ സമയമാണെങ്കിൽ ഇൻഷാ അല്ലാഹ് 11:40 പറഞ്ഞത്. ഓൺ ടൈം നമ്മൾ ടിറ്റിയാണ്, ടൈം ടു ടൈം. അപ്പോ ടൈം ടു ടൈം അല്ല, ടൈം ടു ടൈം. ഇൻഷാ അല്ലാഹ് സമയത്ത് തുടങ്ങി സമയത്ത് അവസാനിപ്പിക്കും. പേടിക്കണ്ട, ഞാൻ പറഞ്ഞ സമയത്ത് തന്നെ അവസാനിപ്പിക്കും. പിന്നെ ദുആക്ക് 5-10 മിനിറ്റ് മാക്സിമം ഇൻഷാ അല്ലാഹ്. മഹാനായ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു ഹബീബായ നബി തങ്ങളെ കാണാൻ വേണ്ടി ചെല്ലുന്നു. തങ്ങൾ ആ ഒരു കിണറിന്റെ വക്കില് ഇരുന്നു കൊണ്ട് കാല് കിണറ്റിലേക്കിട്ട് ഒരു വടി കൊണ്ട് വെള്ളത്തിൽ കുത്തി നിന്ന് നബി തങ്ങൾ എന്തൊക്കെയോ വരക്കുന്നു. ആ വെള്ളത്തിൽ നിന്നുകൊണ്ട് നബി തങ്ങൾ അതിലേക്ക് നോക്കി നിന്ന് തങ്ങൾ എന്തോ ചിന്തിക്കുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അങ്ങോട്ട് ചെന്നു. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ വുളു എടുത്ത് വൃത്തിയായി വന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഫഖുംതു ഇലൈഹി, ഞാൻ നോക്കുമ്പോൾ ആരും ഹബീബിന്റെ കൂടെ അല്ല. ഒരു തോട്ടത്തിനുള്ളിൽ നബി തങ്ങൾ ഒറ്റയ്ക്കാണ്. എന്റെ മനസ്സിലുള്ള നിയ്യത്ത് നോക്കണേ, ഇന്ന് റസൂലുള്ളാഹിന്റെ കൂടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ കൂടെ നിൽക്കും. നമ്മുടെ പള്ളിയിലെ ഉസ്താദിന്റെ കൂടെ, അല്ലെങ്കിൽ ഖതീബിന്റെ കൂടെ, നമ്മുടെ ഒരു നേതാവിന്റെ കൂടെ ഇന്ന് ഫുൾ ഡേ അവർക്കുള്ള ഖിദ്മത്ത് ചെയ്യാൻ ഞാൻ ഇന്ന് ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കുകയാണ് എന്നൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ. അതിന്റെ ഒരു മധുരം എത്രയാണ്. പുണ്യ നബി തങ്ങളുടെ അരികത്തേക്ക് എത്തി മഹാനായ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു. നബി തങ്ങൾ പറഞ്ഞു, അബൂ മൂസ, നിങ്ങൾ എനിക്കൊരു ഉപകാരം ചെയ്യണം. ആ ഗേറ്റ് നിങ്ങളൊന്ന് നോക്കണേ, നിങ്ങൾ അവിടെ ഇരുന്നോളൂ. ആര് വന്ന് വാതിൽ തുറക്കാൻ ചോദിച്ചാലും എന്നോട് പറഞ്ഞിട്ട് തുറന്നു കൊടുത്താൽ മതി കേട്ടോ. എനിക്കൊരൽപ്പം സോളിറ്റ്യൂഡ്, ലോൺലിനെസ്, ഒറ്റയ്ക്കിരിക്കണം. നബി തങ്ങൾക്ക് അത് ഇഷ്ടമായിരുന്നിരിക്കാം. ഞാനിവിടെ ഇരിക്കുകയാണ്, അതുകൊണ്ട് അബൂ മൂസ ഗേറ്റ് നിങ്ങൾ നോക്കേണമേ. എന്റെ ഗേറ്റ് കീപ്പറാണ് ഇന്ന് നിങ്ങൾ. അബൂ മൂസ അശ്അരി തങ്ങൾ ഈ ഹദീസ് പറയുമ്പോൾ തന്നെ കുൻതു ബവ്വാബൻ ലിറസൂലില്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ഗേറ്റ് കീപ്പറായിട്ട് ജോലി ചെയ്ത ദിവസം എന്നാണ് മഹാൻ തന്നെ പറയുന്നത്. നബി തങ്ങൾക്ക് ഗേറ്റ് കീപ്പർ ഇല്ലായിരുന്നു. അങ്ങനെ ഒരു സംഭവം നബി തങ്ങൾക്ക് ഇല്ലായിരുന്നു. തങ്ങൾക്ക് അങ്ങനെ ഗാർഡിയൻസോ അങ്ങനെ ഖാദിമീങ്ങളോ ഒന്നുമില്ല. ഇന്ന് രാവിലെ പുലർച്ചെ ബഹുമാനപ്പെട്ട ജഫരി മുത്തുക്കോയ തങ്ങൾ അവറുകൾ, സയ്യിദുൽ ഉലമ, നമ്മുടെ സമസ്തകളുടെ ജമീഅത്തുൽ ഉലമയുടെ അഭിനന്ദനായ പ്രസിഡന്റ്, തങ്ങളുടെ കൂടെ ഞാൻ മസ്കറ്റ് എയർപോർട്ടിൽ. അപ്പോൾ തങ്ങളുടെ ബാഗും തങ്ങളുടെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ ഞാൻ കയ്യിൽ പിടിച്ചിട്ട് പിന്നെ എമിഗ്രേഷനിലേക്ക് കൊണ്ടുപോയി തങ്ങൾ പെട്ടെന്ന് അങ്ങനെ ഫ്ലൈറ്റിലേക്കുള്ള ഗേറ്റിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഒന്ന് ചെറിയൊരു ഖിദ്മത്ത്. അപ്പോൾ തങ്ങൾ എന്ത് തന്നെ പറഞ്ഞാലും ഞാൻ ബാഗ് വാങ്ങിച്ചു, തങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ പാസ്പോർട്ട് വാങ്ങി. എനിക്ക് കൈ ചെറിയ പൊട്ടുള്ളതുകൊണ്ട് ഈ കയ്യിൽ വെയിറ്റ് പിടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ തങ്ങൾ എൻ്റെ ഒരു കയ്യിലുള്ളത് തങ്ങൾ പിടിച്ചു വാങ്ങുന്നു, തങ്ങളുടെ കയ്യിലുള്ള ബാഗ് ഞാനും പിടിച്ചു വാങ്ങുന്നു. അങ്ങനെ എന്തായാലും അതൊക്കെ കഴിഞ്ഞ് അവസാനം തങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ തങ്ങളെ ദയവ് ചെയ്ത് തങ്ങൾ എൻ്റെത് പിടിക്കൽ ഞാൻ എടുക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ തങ്ങൾ പറഞ്ഞു, മോനെ നിങ്ങൾക്കറിയോ, ഒരു ഖാദിമ കൂടെ ഉണ്ടായാൽ നമുക്ക് അഹങ്കാരം വരും. ഒരാൾ നമുക്ക് ഖിദ്മത്തിലുണ്ടായാൽ അതൊരു വലിയ ഫിത്നയാണ്.
ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ അതിനു മാത്രമൊക്കെ എനിക്ക് ഖിദ്മത്ത് ചെയ്യപ്പെടാൻ മാത്രം ഞാനൊരു വലിയ മുതിർന്ന ആളാണെന്ന് എനിക്ക് തോന്നൽ വരൂലേ? അതുകൊണ്ട് എനിക്കത് ഇഷ്ടമല്ല. എൻ്റെ കാര്യം ഞാൻ തന്നെ ചെയ്യലാണ് എനിക്കിഷ്ടം. ഒരു ഖാദിമുണ്ടാകുമ്പോൾ നമുക്ക് കിബർ വന്നു പോകുമോ എന്ന് പേടിക്കണം എന്ന് പറഞ്ഞ് തങ്ങളുടെ സാധനങ്ങളൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. പിന്നെ ഞങ്ങൾ രണ്ട് ഫ്ലൈറ്റിനായതിൻ്റെ പേരിൽ പിന്നെ അങ്ങനെ പോയി. പക്ഷേ മഹാനവറുകൾ ചിന്തിച്ചൊരു ചിന്ത നോക്കണം. ഒരു ഖാദിമോ മറ്റോ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകളുടെ കൂടെ കുറെ ഖാദിമീങ്ങൾ ഇങ്ങനെ പിന്നാലെ കൂടിയപ്പോ ഇബ്നു മസ്ഊദ് തങ്ങൾ ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ടാണ്? ഞങ്ങൾ നിങ്ങളുടെ കൂടെ വന്നതാണ്. പറഞ്ഞു, നിങ്ങൾ എൻ്റെ കൂടെ വരുമ്പോ നിങ്ങൾക്ക് ഇതൊരു നിന്ദ്യതയാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഫിത്നയാണ്, എനിക്കിതൊരു പരീക്ഷണമാണ് നിങ്ങൾ എൻ്റെ കൂടെ വരുന്നത്. എന്റെ ഖൽബിലേക്ക് എന്തെങ്കിലും ഒരു തോന്നൽ വന്നാൽ ഞാൻ അള്ളാഹുവിന്റെ മുമ്പിൽ നഷ്ടപ്പെട്ടവനായി മാറൂലേ? അതുകൊണ്ട് നിങ്ങളാണെങ്കിലോ നിങ്ങൾ നിന്ദ്യരാവണ്ട, നിങ്ങൾക്ക് ഇസ്സത്തില്ലേ, നിങ്ങൾ ഖാദിമീങ്ങളായി പോരേണ്ട ആൾക്കാരല്ല, നിങ്ങൾ ഒറ്റക്ക് അവനവന്റെ കാര്യത്തിന് നടക്കിൻ എന്ന് പറഞ്ഞ് മഹാനവറുകൾ അവരെ മാറ്റിവിട്ടു എന്ന് ഹദീസിൽ കാണാൻ കഴിയും, അസറുകളിൽ കാണാൻ കഴിയും. ഹബീബായ നബി തങ്ങൾക്ക് ഗേറ്റ് കീപ്പർ ഒന്നും ഉണ്ടായിട്ടില്ല നബി തങ്ങളുടെ വീടിന് പോലും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്നൊരു പെണ്ണ്, ഒരു ഉമ്മ ഒരു ഖബറിന്റെ അടുത്തിരുന്നു കൊണ്ട് ഇങ്ങനെ തേങ്ങി കരയുന്നത് കാണുമ്പോ അല്ലാഹുവിന്റെ റസൂലിന് മനസ്സിലായി, ആ ഉമ്മയുടെ പ്രിയപ്പെട്ട ആരോ മരിച്ചുപോയിട്ടുണ്ട്, ആ ഉമ്മയുടെ വേണ്ടപ്പെട്ട ആരോ ഒരാളിന്റെ ഖബറാണത്. ഉമ്മ ഇങ്ങനെ കരയാണ്. ഒരു പുതിയ ഖബർ അവിടെ കണ്ടു. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, യാ ഉമ്മ ഇസ്ബിരി ഇസ്ബിരി, ഉമ്മ നിങ്ങൾ ക്ഷമിക്കണേ, നിങ്ങൾ ക്ഷമിക്കണേ. പക്ഷെ ഉമ്മക്ക് മനസ്സിലായില്ല ആരായി പറയുന്നത്. ഉമ്മ പറഞ്ഞു, ഇലൈക അന്നി, നിങ്ങളൊന്ന് പോകുമോ? ഫഇന്നക ലം തുസിബ് മുസീബതി, എനിക്ക് സംഭവിച്ച മുസീബത്ത് നിങ്ങൾക്ക് അനുഭവിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ടല്ലേ എന്നോട് ക്ഷമിക്കാൻ പറയുന്നത്, നിങ്ങളൊന്ന് പോകോ എന്ന് പറഞ്ഞ പോലെ ആ പെണ്ണ് പറഞ്ഞു. നിങ്ങളൊന്നും പറയാതെ പോന്നു കേട്ടോ. അപ്പൊ ആളുകൾ പറഞ്ഞു, ഉമ്മ ആരാണാ പറഞ്ഞത്, നിങ്ങൾക്ക് തിരിഞ്ഞോ? ഇല്ല, ഇന്നഹു റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലാണ് നിങ്ങളോടാ വന്ന് പറഞ്ഞത്, പരിശുദ്ധ പ്രവാചകരോടാണ് നിങ്ങളാ പറഞ്ഞതെന്ന് മാറി നിൽക്കില്ലെന്ന്. ഉമ്മ പറയാണ്, എനിക്ക് ഇടിമിന്നലേറ്റതുപോലെ തോന്നുന്നു, എനിക്ക് പേടിയാവുന്നു, എനിക്ക് ഹബീബിനോട് ചെന്ന് മാപ്പ് പറയണം. അങ്ങനെ ആ ഉമ്മ ഹബീബിന്റെ വീട്ടിലേക്ക് വരുന്ന കാഴ്ച, ആ ഒരു അനുഭവം ഹദീസിൽ വായിക്കാൻ കഴിയും. ഉമ്മ പറയാണ്, ഫജിഅ്തുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഹബീബിന്റെ അരികത്തേക്ക് വന്നു. എന്നിട്ട് ഹബീബിനോട് ഞാൻ ചെന്ന് പറഞ്ഞു, നബിയേ, അങ്ങ് എന്നോട് പറയുമ്പോൾ എനിക്കറിയില്ലായിരുന്നു അങ്ങാണ് എന്നോട് സംസാരിക്കുന്നതെന്ന്, അതുകൊണ്ട് എനിക്ക് മാപ്പാക്കി തരേണമേ എന്ന് നബിയോട് പറയാൻ ആ ഉമ്മ വന്നു. ഫമാ വജദ്തു ഇൻദഹു ബവാബീൻ, ആ പ്രവാചകന്റെ അടുത്ത് ഗേറ്റ് കീപ്പർമാരെയോ സെക്യൂരിറ്റി സ്റ്റാഫിനെയോ ഞാൻ കണ്ടില്ല എന്ന് ആ ഉമ്മ പറയുന്നത് ഹദീസിലുണ്ട്. ഞാൻ നോക്കുമ്പോൾ നബി തങ്ങൾ അവിടെ ഒറ്റക്കാണ്. എത്രയോ ആളുകൾ ഹബീബിനെ കാണാൻ വന്നിട്ടുണ്ട്. ഹബീബായ നബി തങ്ങളുടെ അരികത്ത് ഞാൻ നിൽക്കുമ്പോൾ, ഞാൻ പേടിച്ചു വിറക്കുമ്പോൾ എന്നോട് നബി തങ്ങൾ പറയുന്നുണ്ട്, ഹൗവിനി അലൈകി, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഓവർ എക്സൈറ്റഡ് ആയി പോയത്, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ആൻഷ്യസ് ആയത്, എന്തിനായി പേടിയും വെപ്രാളവും ഒക്കെ? ഇന്നമാ അന ഇബ്നു ഇംറഅത്തിൻ കാനത് തഅകുലുൽ ഖദീദ്, ഫ്രഷ് മാംസം വാങ്ങിക്കാൻ കഴിയില്ലാത്തതിന്റെ പേരിൽ ഉണക്ക മാംസങ്ങൾ തിന്നിരുന്ന, പണ്ടെന്നോ കിട്ടിയ ഇറച്ചി സൂര്യപ്രകാശത്തിന്റെ ചൂടിൽ വെച്ച് ഉണക്കി ഉണ്ടാക്കുന്ന, പാവങ്ങൾ കഴിക്കുന്ന ഉണക്ക ഇറച്ചി കഴിച്ചിരുന്ന ഒരു ഉമ്മ, ആമിന ബീവി റളിയല്ലാഹു അൻഹയുടെ മോനാണ് ഞാൻ, അതുകൊണ്ട് എന്റെ മുമ്പിൽ എന്തിനാ പേടിച്ച് വിറക്കുന്നത്? എന്നിട്ട് പറഞ്ഞു, ഉമ്മ ക്ഷമിക്കണം കേട്ടോ, വേണ്ടപ്പെട്ടവർ മരിച്ചു പോകും. ശരി തന്നെയാണ്. ഇന്നമസ്സബ്റു ഇൻദ സ്വദ്മത്തിൽ ഊലാ, ക്ഷമയെന്ന് പറയുന്നത് ഒരു പ്രയാസമോ പ്രതിസന്ധിയോ സംഭവിക്കുന്ന ആദ്യ സമയത്ത് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ക്ഷമ. ഒരു മരണം ഉണ്ടായി, പെട്ടെന്ന് നമ്മൾ പൊട്ടിത്തെറിക്കും. ചില ആളുകൾ വിങ്ങിപ്പൊട്ടും, ചിലർ ബോധം കെട്ട് വീഴും, എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും, ചിലർക്ക് ഭ്രാന്താവും, സ്വബോധം നഷ്ടപ്പെടും. പിന്നെ 2-3 മാസം കഴിഞ്ഞ ആള് നോർമലാവും, പിന്നെ ക്ഷമിക്കും. അതല്ല ക്ഷമ. ക്ഷമയെന്ന് പറയുന്നത് ഒരു പ്രയാസം വരുമ്പോൾ, ഒരു പ്രതിസന്ധി വരുമ്പോൾ അതിന്റെ ആദ്യത്തിൽ നിങ്ങൾ കാണിക്കുന്ന ക്ഷമയാണ് യഥാർത്ഥ ക്ഷമ. ഇന്നമസ്സബ്റു ഇൻദ സ്വദ്മത്തിൽ ഊലാ എന്ന് ആ ഉമ്മയോട് നബി തങ്ങൾ പറഞ്ഞു കൊടുത്തിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആ ഹദീസും ഈ ഹദീസും തമ്മിൽ എന്തല്ല അഭിപ്രായ വ്യത്യാസം വരുന്നത്, അവിടെ കോൺട്രഡിക്ഷൻ ഇല്ല. നബി തങ്ങൾക്ക് ഗേറ്റ് കീപ്പർ ഒന്നും കണ്ടില്ല എന്ന് പറഞ്ഞ് നബി തങ്ങൾ ഇവിടെ അബൂ മൂസ അശ്അരി തങ്ങളെ ഗേറ്റ് കീപ്പർ ആക്കിയില്ലേ എന്ന് ചോദിക്കേണ്ട. ഇത് ടെമ്പററി, താൽക്കാലികമായ ഒരു വിഷയമാണ്. ഏതോ ഒരു തോട്ടം തങ്ങളോട് ഉണ്ടെന്ന് പോലും ആർക്കും അറിയില്ല.
പക്ഷെ ഇതിലൊരു മനപ്പൊരുത്തം എന്ന് പറഞ്ഞ സംഭവമുണ്ട്. തങ്ങൾ ഉള്ളിടത്തേക്ക് അബൂ മൂസ അശ്അരി തങ്ങൾ എത്തുകയാണ്. ഇനി വരുന്ന ആളുകളുടെ ആരൊക്കെയാ വന്നതെന്നും കൂടെ ആലോചിക്കാം. അബൂ മൂസ തങ്ങൾ പറയുന്നു, ഞാൻ ഹബീബിന് വേണ്ടി ഗേറ്റ് കീപ്പറായിട്ടെന്ന് ജോലി ചെയ്തു. എന്റെ സഹോദരനുണ്ട്, എന്റെ സഹോദരൻ അബൂ ബുർദ, ആമിർ എന്നാണ് അവരുടെ പേര് റളിയല്ലാഹു അൻഹു. ആമിർ ഒളു കൊടുക്കാൻ വേണ്ടി നേരം വൈകിയപ്പോ ഞാനങ്ങ് ഒറ്റയ്ക്ക് പോന്നതാണ്. ആമിറിനെയും കൈപിടിച്ചു പോരണം, ഹബീബിന്റെ അരികത്തേക്ക് വന്ന് ഹബീബിനെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം എന്ന് ആഗ്രഹിച്ചതാണ്. പക്ഷേ സഹോദരനെ ഒളു കൊടുക്കാൻ വേണ്ടി എവിടേക്കോ പോയി നേരം വൈകി. സഹോദരനെ കാത്തിരിക്കാൻ നേരമില്ലാതെ ബഹുമാനപ്പെട്ടവരിങ്ങനെ വന്നിരിക്കാം. അബൂ മൂസ അശ്അരി തങ്ങൾ പറയാ, എന്റെ മനസ്സിൽ ഞാനിങ്ങനെ ആലോചിച്ചു, പടച്ചവനെ, എന്റെ അനുജനിൽ വല്ല ഖൈറുണ്ടെങ്കിൽ അവൻ ഇങ്ങോട്ട് എത്തും. വിളിച്ചു പറയാനൊന്നും വയ്യല്ലോ, ഇവിടെ ഉള്ളത് എന്ത് പറയാനാ, ഒരു ഫോണില്ലാത്ത കാലല്ലേ. ഞാൻ ഇങ്ങനെ മനസ്സുകൊണ്ട് കൊതിച്ചു, ലൗ യഅലമില്ലാഹു ഫീ ഫുലാനിൻ ഖൈറാ ഇൻ യുരിദില്ലാഹു ബിഫുലാനിൻ ഖൈറാ യഅതി ബിക്കാൻ പറ്റുന്ന ഈ ഒരു അനുഭവം എനിക്ക് കിട്ടിയില്ലെങ്കിലോ. അതുകൊണ്ട് എന്റെ അനുജനെന്ന് വന്നെങ്കിൽ എന്റെ അനുജനും ഹബീബിനെ പരിചയപ്പെടാമായിരുന്നുവല്ലോ. അനുജനോടും ജ്യേഷ്ഠനോടും സ്നേഹം, അണമുറിയാത്ത സ്നേഹം വേണം. അനുജന്മാരും ജ്യേഷ്ഠന്മാരും ഇങ്ങനെ പണങ്ങാനും പരസ്പരം കുത്തിക്കൊല്ലാനും നിന്നാൽ എന്താ പിന്നെ ലോകത്തിന്റെ അവസ്ഥ അല്ലെ? നമ്മൾ ഒരു മഹല്ലുകാരാകുമ്പോ നമ്മൾക്ക് ബന്ധമുണ്ട്. പിന്നെ പഞ്ചായത്തുകാരാകും, പുറത്തൊക്കെ നാട്ടിലെത്തി കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യക്കാരാണോ, അപ്പൊ എവിടുന്ന രാജസ്ഥാൻ എന്നാ പറയും. എന്നാലും നമ്മൾ നാട്ടുകാരല്ലേ എന്ന് പറയും. പിന്നെ കേരളത്തിൽ എവിടെയാ, അപ്പൊ അവിടെ ഞങ്ങൾ മലബാർ, ഞങ്ങൾ ഇവിടെ നിന്നാണ്. ഓക്കെ. പിന്നെ നോക്കുമ്പോ എറണാകുളം ജില്ല വരുമ്പോ വരുന്ന ആലുവ, പാനിപ്രയിൽ എവിടെ അല്ലെ? അപ്പൊ നോക്കുമ്പോ അടുത്ത വീട്ടിലെ ഏതോ കുട്ടിയാ, പേരക്കുട്ടിയാ. അപ്പൊ കുട്ടികൾ പുറത്തിറങ്ങോ പഠിച്ചതാണ്, നാട്ടിലൊന്നും ബന്ധമുണ്ടാവില്ല. അങ്ങനെ ഒരു സ്ഥലം, ഒരുമിച്ച് ഒരു നാട്ടുകാര്, പ്രദേശത്തുകാര് എന്ന് പറയുമ്പോ മനസ്സിന് തോന്നുന്നൊരടുപ്പല്ലേ? ആ അടുപ്പത്തെക്കാൾ വലുതല്ലേ ഒരു ഉമ്മയുടെ ഉദരത്തിൽ നിന്ന് ഒരേ സ്ഥലത്ത് നിന്ന് വന്ന രണ്ടാൾക്കാർ? അതല്ലേ ജ്യേഷ്ഠനുജൻ എന്ന് പറയാം, ആങ്ങളും പെങ്ങളെന്ന് പറഞ്ഞ അതല്ലേ? ഉമ്മയുടെ ഉദരം എന്ന സ്ഥലം, അതിനോളം ഇനി അടുപ്പുള്ള സ്ഥലം വേറെ എവിടെ ഉള്ളത്? ആ ഒരു സ്ഥലത്ത് വന്നവരാണ്. അപ്പൊ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അനന്തരാവകാശ സ്വത്ത് ആകെ പൈസന്റെ പേരിലല്ലേ നമ്മൾ തെറ്റാറുള്ളൂ അല്ലെ? ആകെ നമ്മളെ വിഷയം പൈസയാണ്. ഇതെല്ലാം കൂടെ കൈ കൊണ്ടേ കൊടുത്തിട്ട് എന്റെ പ്രശ്നം തീരുമോ? തീരൊന്നുമില്ല. ഒരു പ്രശ്നത്തിന് പരിഹാരം അല്ലാഹു തന്നെ തരണം. അത്യാഗ്രഹം കൊണ്ട് പരിഹാരമാവില്ല, ആർത്തി കൊണ്ട് പരിഹാരമാവില്ല, പിണക്കം കൊണ്ടാവില്ല. അതിനെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള നല്ല മനസ്സ് വേണം. ഹക്കടപാടുകൾ ഓരോരുത്തരുടെയും അവകാശം അവരവർക്ക് കൊടുക്കുക. അതെനിക്ക് വേണ്ട, എന്റേത് അവർക്കും വേണ്ട. ഇത്രയെങ്കിലും ചിന്തിക്കാൻ കഴിഞ്ഞാൽ എത്ര കുടുംബ ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും? ഹക്കടപാടുകൾ കൊടുക്കാത്ത എത്ര ആൾക്കാരുണ്ട്? വാപ്പ മരിച്ചു, വാപ്പയുടെ സ്വത്ത് ഇതുവരെ ഓഹരി വെച്ചിട്ടില്ല. എന്റെ ഒരാള് ഒക്കെയായിട്ട് നിൽക്കുകയാണ്, സമ്മതിക്കൂല എന്ന് പറഞ്ഞിട്ട്. അതെനിക്ക് വേണം, ആ സ്ഥലം എനിക്ക് തന്നെ വേണം. എങ്ങനെയാ നമ്മൾ ഒരുമിച്ച് ഒരു മധ്യസ്ഥൻ മുഖാന്തരം നമ്മൾ ഓഹരി വെക്കാം. അപ്പൊ എല്ലാം ഒരുപോലെ കരുതിയിട്ട് അതിൽ നിന്ന് നമുക്ക് ഓരോരുത്തരുടെ ഓഹരി എടുത്തൂടെ? അത് പറ്റില്ല. അല്ലെങ്കിൽ ഒരു അളിയനത് പറയും, പെങ്ങളൊക്കെ പറയിപ്പിക്കും. ഇങ്ങനെ തുടങ്ങി പ്രശ്നങ്ങളല്ലേ? ഒരു സഹോദരനോട് എത്ര സ്നേഹത്തിലാ പെരുമാറേണ്ടത്? സ്വന്തം ജീവനല്ലേ അത്? ഒരു ഉമ്മയുടെ ഉദരത്തിൽ നിന്നല്ലേ അവര് വന്നത്. അതുകൊണ്ട് ജ്യേഷ്ഠാനുജന്മാർ അതൊരു വല്ലാത്ത ബന്ധം, അത് ലോകത്തിന് ആർക്കും ഉണ്ടാക്കാൻ കഴിയാത്ത ബന്ധമാണ്. നമ്മൾ ഒരേ നാട്ടുകാര്, പഞ്ചായത്തുകാര് എന്നൊക്കെ പറയുന്നതിനേക്കാളും വലുതാണ് ഒരു ഉമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്നവരാണ് നമ്മൾ എന്ന് പറയുന്നത്. ആ ബന്ധം അബൂ മൂസ അശ്അരി തങ്ങൾ സ്വന്തം അനുജന് വേണ്ടി കാത്തുവെച്ച ഈ ഒരു കരുതൽ ഹദീസിൽ നമുക്ക് വായിക്കാൻ കഴിയും. എന്റെ അനുജൻ എന്ന് വന്നെങ്കിൽ മഹാൻ കുതിച്ചുപോയി. അനുജൻ വന്നില്ല കേട്ടോ. രണ്ട് സഹോദരന്മാരുണ്ട്. ഒരാൾ അബൂ ബുർദയാണ്, അവരുടെ പേര് ആമിർ എന്നാണ് റളിയല്ലാഹു അൻഹു. പക്ഷേ അബൂ മൂസ അശ്അരി തങ്ങൾ പറയാം, ഞാൻ ഇങ്ങനെ കാത്തിരുന്നപ്പോൾ വാതിൽക്കൽ ഒരാൾ വരുന്നു. തോട്ടത്തിന്റെ വാതിലാണ്, കവാടത്തിങ്കൽ വന്നത്. ഞാൻ ചോദിച്ചു, ആരാണ്? അബൂബക്കർ. നിൽക്കട്ടോ, ഇവിടെ നിൽക്കി, ഞാൻ നബിയോട് ചോദിക്കട്ടെ. നേരെ ഓടി നബിയുടെ അടുത്തേക്ക്. നബിയേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വാതിൽക്കൽ ഒരാൾ വന്നിട്ടുണ്ട്, തുറന്നു കൊടുക്കണോ? നബി തങ്ങൾ ഇഫ്തഹ് ലഹു വബശ്ശിർഹു ബിൽ ജന്ന, ഇഫ്തഹ് ലഹു വബശ്ശിർഹു ബിൽ ജന്ന, തുറന്നു കൊടുത്തോളൂ, അല്ലാഹു അവർക്ക് സ്വർഗ്ഗം കൊടുക്കുമെന്ന് സന്തോഷവും പറഞ്ഞു കൊടുത്തോളൂ. നോക്കുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിയോട് ആളെ പേരൊന്നും പറഞ്ഞിട്ടില്ല, തങ്ങളത് പറഞ്ഞു. ഇത് മനപ്പുരത്താണ്. നബി തങ്ങൾ ഇരിക്കുന്നിടത്തേക്ക് അവരെത്തുക. തങ്ങൾ സ്ഥിരം പോയിരിക്കുന്ന സ്ഥലമൊന്നും അല്ല ഇത്. കുറച്ചു നേരം കഴിഞ്ഞു അബൂ മൂസ തങ്ങൾ പറയുന്നു, വാതിൽക്കൽ ആരോ പിടിച്ച് കുലുക്കുന്നുണ്ട്. പറഞ്ഞാൽ ഞങ്ങൾക്ക് വാതിൽ തുറന്നു തരീൻ എന്ന സമ്മതം വാങ്ങിക്കാനുള്ള കുലുക്കലാണ്, വാതിൽ ഗേറ്റ് പൊളിക്കാനുള്ള പൊളിയല്ലത്. അതൊന്നും സ്വഹാബികൾ ചെയ്യൂല. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതികും ഹത്താ തസ്തഅനിസൂ വതുസല്ലിമൂ അലാ അഹ്ലിഹാ.
നിങ്ങളുടെ വീടല്ലാതെ മറ്റൊരാളിന്റെ വീട്ടിലേക്കോ തോട്ടത്തിലേക്കോ അവരുടെ വീടുകളിലേക്കോ നിങ്ങൾ കയറി ചെല്ലുമ്പോൾ അവരുടെ വാതിലിലൂടെ കടക്കാവൂ. സമ്മതം ചോദിച്ച് സലാം പറഞ്ഞിട്ടേ ആ വീടിനകത്തേക്ക് കടക്കാൻ പാടുള്ളൂ. നിങ്ങൾ ചെറുപ്പം മുതൽ അവിടെ ഇടപഴകുന്ന പെരുമാറുന്ന ആളായിരിക്കാം, എന്നാൽ പോലും തുറന്നച്ച വാതിൽ കാണുമ്പോൾ അങ്ങനെ ഉള്ളിലേക്ക് ചെല്ലാൻ പാടില്ല. വാതിൽ ബെല്ലടിച്ച് വീട്ടിൽ നിന്ന് പെർമിഷൻ കിട്ടുന്നവരെ കാത്തിരിക്കണം. ചെറിയൊരു ഗ്യാപ്പ് കൊടുത്ത് 3 തവണ നിങ്ങൾക്ക് ബെല്ലടിക്കാം. എന്നിട്ട് അവിടെ നിന്നൊരു റെസ്പോൺസും വീട്ടിൽ നിന്ന് കിട്ടുന്നില്ലെങ്കിൽ തിരിച്ചു പോരണം. നിങ്ങൾ തിരിച്ചു പോരണം. പിന്നെ അടുക്കള ഭാഗത്ത് കൂടെ പോകാൻ പാടില്ല. മെയിൻ ഡോറിന്റെ അവിടത്തെ വെയിറ്റ് ചെയ്യാവൂ. നിങ്ങൾ ആ വീട്ടുകാരനല്ലെങ്കിൽ നിങ്ങൾ ആ വീട്ടുകാരെക്കാളും അടുപ്പുള്ള ആളായിരിക്കാം, പക്ഷേ പാടില്ല. നിങ്ങളുടെ കണക്കിൽ, അള്ളാഹുവിന്റെ കണക്കിൽ നിങ്ങൾ അന്യരാ. തിരിച്ചു പോരണം. സൂറത്തുൻ നൂർ, നിങ്ങളോട് ഇവിടെ ആരുമില്ല പൊയ്ക്കോളി എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ അതും ഇതും ചോദിച്ചു നിൽക്കരുത്, നിങ്ങൾ തിരിച്ചു പോരണം. വിശുദ്ധ ഖുർആൻ സലാം പറയണം, സമ്മതം പറയണം എന്ന് പഠിപ്പിച്ച ഖുർആനിന്റെ സ്വഹാബിമാർ അവരാരും തള്ളി തുറന്ന് കയറൂല. അപ്പൊ അവര് വാതിൽ കുളിക്കുന്നത് സമ്മതം കിട്ടുമെന്ന് അറിയാനാ, ബെല്ലൊന്നുമില്ലല്ലോ. അപ്പൊ അബൂ മൂസ അശ്ശരി തങ്ങൾ പ്രതിരിക്കുന്നുണ്ട്. അബൂ മൂസ അശ്ശരി തങ്ങൾ ചോദിച്ചു, ആരാ? ഉമർ ഇബ്നുൽ ഖത്താബ്. നോക്കണേ, ആദ്യം വന്നാണ് സിദ്ദീഖ് തങ്ങൾ, രണ്ടാമത് വരുന്നു ഉമർ റളിയല്ലാഹു അൻഹു. തങ്ങളോട് ചെന്ന് അബൂ മൂസ അശ്ശരി തങ്ങൾ പേര് പറയില്ല, ഇന്ന ആളാ വന്നതെന്ന് പറയില്ല. നബിയേ, വാതിലിക്ക് ഒരാൾ വന്നിട്ടുണ്ട്, തുറന്നു കൊടുക്കണോ? തങ്ങൾ പറയുന്നു, ഇഫ്തഹ് ലഹു വബശ്ശിർഹു ബിൽ ജന്ന, തുറന്നു കൊടുത്തോളൂ, അവർക്ക് സ്വർഗമുണ്ട് എന്ന സന്തോഷവും അറിയിച്ചു കൊടുത്തോളൂ. സിദ്ദീഖ് തങ്ങൾ ഉമർ തങ്ങൾ വന്നപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാല് വെള്ളത്തിലിട്ട പോലെ സിദ്ദീഖ് തങ്ങൾ നബി തങ്ങളുടെ വലത് ഭാഗത്തിരുന്നു, ഉമർ റളിയല്ലാഹു അൻഹു നബിയുടെ ഇടത് ഭാഗത്തും ഇരുന്നു. അതേപോലെ കാല് വെള്ളത്തിൽ ഇട്ടിട്ടിരുന്നു, 3 പേരും ഒരുമിച്ച്. വീണ്ടും ഒരു വാതിൽക്കൽ ആരോ മുട്ടുന്നു. മഹാനവറുകൾ വിചാരിച്ചു, എന്റെ അനുജനാവണേ, എന്റെ അനുജൻ ആമിറാവണേ, അബൂ ബുർദയാവണേ ഈ വരുന്നത്. അല്ലാഹുവിന്റെ റസൂലിനെ ഒറ്റയ്ക്ക് ഇങ്ങനെ കിട്ടുന്നൊരു സൗഭാഗ്യം എന്റെ അനുജന് കിട്ടണേ എന്ന് ഞാൻ മനസ്സുകൊണ്ട് കൊതിച്ചു. നോക്കുമ്പോ എന്റെ അനുജനല്ല. വാതിൽക്കൽ വന്നത് ആരാണ്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഹബീബായ നബി തങ്ങൾ നാണമുള്ള ലജ്ജയുള്ള ആളാണ് എന്ന് പറഞ്ഞ മദീനയിലെ ഏറ്റവും വലിയ ടെക്സ്റ്റൈൽസ് ബിസിനസ്സുകാരനായിരുന്ന, ഏറ്റവും വലിയ കച്ചവടക്കാരനായിരുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. വല്ലദീ തസ്തഹീ മിൻഹു മലായികത്തുർ റഹ്മാൻ. അല്ലാഹുവിന്റെ മലക്കുകൾ പോലും ലജ്ജിച്ചു പോകുന്ന മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഇവിടെ നിൽക്കിട്ടോ ഉസ്മാൻ എന്നവരെ, ഇപ്പൊ ചോദിച്ച് തുറന്നു തരാം. നബിയുടെ അടുക്കത്തേക്ക് ഓടിച്ചെന്നു, ഹബീബിന്റെ മുമ്പിലേക്ക്. യാ റസൂലല്ലാഹ്, പുന്നാര നബിയെ, ഉസ്മാൻ എന്നവരെ വന്നിരിക്കുന്നു നബിയെ, വാതിൽ തുറക്കണോ? പുന്നാര നബി തങ്ങൾ, അല്ല നബിയെ, ഒരാൾ കൂടെ വന്നിരിക്കുന്നു, വാതിൽ തുറന്നു കൊടുക്കണോ? പേര് പറഞ്ഞില്ല. അപ്പൊ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി അല്ലാഹു നൽകുന്നുണ്ട്. ആരാ വന്നത് എന്ന് നബി തങ്ങൾക്കറിയാം. ഇഫ്തഹ് ലഹു വബശ്ശിർഹു ബിൽ ജന്ന ഫീ ബൽവൻ തുസീബുഹു. തുറന്നു കൊടുത്തോളൂ, അവരോട് പറയണേ നിങ്ങൾക്ക് സ്വർഗമുണ്ട്, എന്നാൽ അതിന്റെ മുമ്പ് വലിയൊരു പരീക്ഷണം നിങ്ങൾക്കുണ്ടാകും, വലിയൊരു മുസീബത്ത് വരാനുണ്ട്. ആ മുസീബത്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് മരണം സംഭവിക്കും, അല്ലാഹു നിങ്ങൾക്ക് സ്വർഗം തരും. തുറന്നു നോക്കുന്നത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണ്. ഉസ്മാൻ തങ്ങളോട് പറഞ്ഞു, നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് വലിയൊരു പരീക്ഷണം വരാനുണ്ട്. നമുക്ക് ഓർമ്മയില്ലേ, വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അറാഫ് തുറന്നു വെച്ച് ഓതിക്കൊണ്ടിരിക്കുന്ന നേരത്താണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ശത്രുക്കൾ വന്ന് കഴുത്തിന് വെട്ടിക്കൊലപ്പെടുത്തിയത്. ഷഹീദായിരുന്നു ഉസ്മാൻ എന്നവര്. പാവമായ സ്വഹാബിയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ 2 പെൺമക്കളെ നബി തങ്ങൾ വിവാഹം ചെയ്തു കൊടുത്ത നബി തങ്ങളുടെ മരുമകനാണ്. ഹബീബായ തങ്ങളുടെ പുതിയ ആപ്പിളയാണ്. റുഖയ്യ ബീവിയെ വിവാഹം ചെയ്തു കൊടുത്തു. റുഖയ്യ റളിയല്ലാഹു അൻഹാ ബദർ യുദ്ധം നടക്കുന്ന സമയം ബീവി വഫാത്തായി. രണ്ടാമത് ഉമ്മു കുൽസൂം ബീവിയെ നബി തങ്ങൾ വിവാഹം ചെയ്തു കൊടുത്തു റളിയല്ലാഹു അൻഹാ. അവരും ഏതാനും മാസങ്ങൾ കഴിഞ്ഞ് വഫാത്താവുകയുണ്ടായി. അപ്പോഴേക്കും ഹബീബായ നബി തങ്ങളുടെ വീട്ടിൽ പെൺമക്കളിൽ എല്ലാവരും വിവാഹിതരായി പോയിട്ടുണ്ട്, ഫാത്തിമ ബീവി അടക്കം. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഉസ്മാനെ, എനിക്ക് വേറൊരു മോളുണ്ടായിരുന്നെങ്കിൽ ആ മകളെ നിങ്ങൾക്ക് തന്നെ ഞാൻ വിവാഹം ചെയ്തു തരുമായിരുന്നു, പക്ഷെ എനിക്കിനി മക്കളില്ലല്ലോ. സഹാബിമാരുടെ ഇടയിൽ വലിയൊരു വർത്താനം. നബി തങ്ങളുടെ മോളെ കല്യാണം കഴിച്ചു കൊടുത്തിട്ടേ കുട്ടികൾ ഉണ്ടായില്ല എന്നല്ല, അത് പെട്ടെന്ന് മരിച്ചില്ലേ.
പിന്നെ വേറെ മോളെ കല്യാണം കഴിച്ചു കൊടുത്തു, ആ മോളും മരിച്ചു. ഇനി പെണ്ണ് കിട്ടൂലായിരിക്കട്ടോ ഉസ്മാൻ എന്നവർക്ക് എന്നിങ്ങനെ സ്വഹാബിമാര് പറഞ്ഞത് നബി തങ്ങൾ അറിഞ്ഞു. പറയാൻ, ഉസ്മാനെ, ഒരു മോളെങ്ങാനും എനിക്കിനി ബാക്കിയുണ്ടായിരുന്നെങ്കിൽ മൂന്നാമത്തെ ഒരു മകളെ ഞാൻ നിങ്ങൾക്ക് തന്നെയായിരുന്നു വിവാഹം ചെയ്തു തരുമായിരുന്നത്. പക്ഷെ ഇല്ലല്ലോ ഉസ്മാൻ എന്ന് നബി തങ്ങൾ പറഞ്ഞ ഹബീബായ നബിക്ക് ഇഷ്ടമായ സ്വഹാബിയാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്നവര്. വലിയ നാണായിരുന്നു, നാണം ലജ്ജയാണ്. ആ ലജ്ജയുടെ വിഷയം നബി തങ്ങൾ പറയുമായിരുന്നു. ഹബീബായ നബി തങ്ങൾ വീട്ടിലിരിക്കുമ്പോ റസൂലുള്ളാഹി തങ്ങളുടെ ഖമീസ് കാലിന്റെ മുട്ടുവരെ നബി തങ്ങൾ ഇങ്ങനെ പൊക്കി വെച്ച്, ചൂടെടുത്തിട്ടോ എന്തോ ആയിരിക്കും, നബി തങ്ങൾ കാലിന്റെ മുട്ടുവരെ പൊക്കി വെച്ച് ഇങ്ങനെ കിടക്കുകയാണ്, വീട്ടിൽ കിടക്കുകയാണ്. അപ്പൊ സുദ്ദീഖ് തങ്ങൾ വന്ന് വീട്ടിൽ കയറി. നബി തങ്ങളുടെ അമ്മോശന ആയിഷ ബീവിന്റെ ഉപ്പയല്ലേ, റളിയല്ലാഹു അൻഹയുടെ ഉപ്പയാണ് സുദ്ദീഖ് റളിയല്ലാഹു അൻഹു. നബി തങ്ങൾ അങ്ങനെ തന്നെ കിടന്നു. നബി തങ്ങളുടെ ഡ്രസ്സ് കാലിന്റെ താഴേക്കൊന്നും തങ്ങൾ മുട്ടിന്റെ താഴേക്ക് നബി ഔറത്ത് കാണുന്നില്ല, മുട്ടിന്റെ താഴേക്ക് നബി തങ്ങൾ താഴ്ത്തിയില്ല. അബൂബക്കർ അല്ലേ, കടന്നു വന്നോട്ടെ. കുറച്ചു കഴിഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു വരുന്നു. നബിയുടെ അമ്മോശൻ തന്നെയാണത്, ഹഫ്സ ബീവിയുടെ ഉപ്പയാണത്. അപ്പോ നബി തങ്ങൾ അങ്ങനെ തന്നെ കിടന്നു. പിന്നെ വരുന്നുണ്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. എങ്ങനെയാണോ ഖിലാഫത്തിന്റെ കണക്ക്, ഒന്നാം ഖലീഫ, രണ്ടാം ഖലീഫ, മൂന്നാം ഖലീഫ, ആ ഒരു രീതിയിൽ തന്നെയാണ് അവിടെ വരവും ഉണ്ടാകുന്നത്. യാദൃശ്ചികമാണെന്ന് പറയാൻ പറ്റുമോ? ഇതൊക്കെ അല്ലാഹുവിന്റെ ചില സംവിധാനങ്ങൾ നോക്കണം, ചില സൂചനകൾ നൽകുകയാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു വരുന്നുണ്ട് എന്ന് കണ്ടപ്പോ, ഉസ്മാൻ തങ്ങൾ നബിയുടെ പുതിയാപ്പിളയാണ്. നാലാം ഖലീഫ അലി തങ്ങളും നബിയുടെ പുതിയാപ്പിളയാണ്, ഫാത്തിമ ബീവിയുടെ ഭർത്താവ്. ഉസ്മാൻ തങ്ങൾ വരുന്നുണ്ട് എന്ന് കണ്ടപ്പോ നബി തങ്ങൾ വസ്ത്രം നേരെയാക്കുകയും നബി തങ്ങൾ നേരെ കട്ടിൽ ഇരിക്കുകയും ചെയ്തു. അപ്പൊ ആയിഷ ബീവി ചോദിച്ചു, നബിയേ നബിയേ നബിയേ, എന്റെ വാപ്പയായ സിദ്ദീഖ് എന്നവര് വന്നപ്പോഴും ഹഫ്സ ബീവിയുടെ ഉപ്പയായ ഉമർ തങ്ങൾ വന്നപ്പോഴും നിങ്ങൾ അങ്ങനെ കിടന്നു. എന്നാൽ ഉസ്മാൻ തങ്ങൾ വരുന്നു എന്ന് കണ്ടപ്പോ എന്തേ നിങ്ങൾ എഴുന്നേറ്റിരുന്ന വസ്ത്രമൊക്കെ താഴ്ത്തി റെഡിയായത്? പറഞ്ഞു, ആയിഷ, അമാ അസ്തഹി മിനല്ലദീ തസ്തഹി മിൻഹു മലായികത്തുർ റഹ്മാൻ. കാരുണ്യവാനായ അല്ലാഹുവിന്റെ മലക്കുകൾ പോലും നാണിച്ചു പോകുന്ന ഉസ്മാനെ കാണുമ്പോ ഞാൻ നാണിക്കണ്ടയോ? ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം ആരും കണ്ടിട്ടില്ല എന്നതാണ് ചരിത്രം. ബോഡി ആരും കണ്ടു, കുളിക്കുമ്പോ പോലും വസ്ത്രമിട്ടാ കുളിച്ചത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. വസ്ത്രമിട്ടുകൊണ്ടാ കുളിച്ചത്. കുളിമുറിയിൽ വാതിലൊക്കെ അടച്ച ഒരാൾക്ക് അങ്ങനെ വസ്ത്രമില്ലാതെ കുളിക്കുന്നതിന് വിരോധം ഉണ്ടായിട്ടല്ല. പക്ഷെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വലിയ നാണമുള്ള ആളാണ്, വലിയ നാണമായിരുന്നു. കുളിക്കുമ്പോൾ പോലും വസ്ത്രമിട്ടാ കുളിക്കാൻ, വസ്ത്രം ധരിച്ചുകൊണ്ടാണ് കുളിക്കാൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അങ്ങനെയാണ്. ശരീരത്തിന്റെ ഒരു ഭാഗം പോലും പുരുഷനല്ലേ, പുക്കളിന്റെ മേൽഭാഗം, ശരീരത്തിന്റെ അപ്പർ ബോഡിയൊക്കെ കാണും, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഉസ്മാൻ തങ്ങളുടെ ശരീരം ആരും കണ്ടിട്ടില്ല. അതാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. നബി തങ്ങൾ പോലും ഉസ്മാൻ തങ്ങൾ വരുമ്പോൾ ഒന്ന് വസ്ത്രമൊക്കെ റെഡിയാക്കിയിരിക്കുന്നതാണ്. അല്ലാഹുവിന്റെ മലക്കുകൾക്ക് പോലും നാണമാണ്. അങ്ങനത്തെ ഒരു മഹാനായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹു. പക്ഷേ നബി തങ്ങൾ പറഞ്ഞു, ഫീ ബൽവൻ തുസീബു, ഉസ്മാൻ തങ്ങൾക്ക് വലിയൊരു പരീക്ഷണം വരാനുണ്ട്. ആ പരീക്ഷണമാണ് മഹാനവറുകൾ കൊല ചെയ്യപ്പെടുന്നത്, ദാരുണമായ കൊലപാതകം. ഉസ്മാൻ റളിയല്ലാഹു അൻഹു തോട്ടത്തിലേക്ക് വന്നു. ഹബീബും സിദ്ദീഖ് എന്നവരും ഉമർ തങ്ങളും ഇരിക്കുന്നിടത്ത് പിന്നെ ഇരിക്കാൻ സ്ഥലമില്ല. നബി തങ്ങളുടെ മുമ്പിൽ ഒരൽപ്പം മുമ്പിലേക്ക് മാറി നിന്ന് അവരിലേക്ക് ഫേസ് ചെയ്തു ഉമർ, മഹാനായ ഉസ്മാൻ എന്നവർ പോയിരുന്നു. സഈദ് ഇബ്നു മുസയ്യിബ് തങ്ങൾ പറയാം റളിയല്ലാഹു